വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആമിന, നീ എവിടെ പോവാനാടി? അല്ലാഹ് ചോദിക്കുക. അല്ലാഹ് ചോദിക്കുന്ന സിറാജേ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എടാ ഓന്തോടിയ എവിടെ വരെ ഓടൂടാ സിറാജേ? ഒരു ദിവസം നീ വീഴും. അല്ലാഹ് എന്നോട് പറയാ, നീ വീഴും, നീ എന്റെ മുമ്പിൽ തന്നെ വരും. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പടച്ചവനെ മറക്കരുത്, പടച്ചവനെ മറക്കരുത്. നമ്മളെ കൈപിടിക്കാൻ ആകെ ഉള്ളത് അള്ളാഹുവാ. ആ അള്ളാഹുവിനെ വെറുപ്പിക്കരുത്. പടച്ചവനെ പേടിച്ച് ജീവിക്ക്. അള്ളാഹ് കാണുന്നുണ്ടെന്നുള്ള ബോധം. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? വീടിന്റെ അകത്തിരുന്നിട്ട് നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണം, നീ നിന്റെ വീടിനകത്തിരുന്ന് എന്തെങ്കിലും TV കണ്ടുകൊണ്ടിരിക്കുക. ഉദാഹരണം, ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ വീടിന്റെ അകത്തിരുന്ന് സിനിമയോ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുക. അപ്പോഴാ ഒരാള് വരുന്നു, ഉടനെ TV ഓഫാക്കി നേരെയായി അല്ലേ? ഉടനെ TV ഓഫാക്കി തലയിൽ തുണിയിട്ടു, നീ പെട്ടെന്ന് വലിയ മാന്യായി. എന്നാ നീ ചിന്തിക്ക്, കേവലം ഒരു മനുഷ്യൻ വന്നപ്പോ ആ മനുഷ്യനെ പേടിച്ചിട്ട് കാണാതിരിക്കാൻ എല്ലാം മറച്ചു വെച്ചിട്ട് നീ എന്ത് ചെയ്തു? സൂക്ഷ്മത കാണിച്ചു. എന്നാ ആമിന, അല്ലാഹ് ഇത് കണ്ടോണ്ടിരിക്കായിരുന്നല്ലോ. ആ വന്നവന് കൊടുത്ത വില പോലും അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. ആ വന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും എന്നെ പടച്ച റബ്ബിന് ഞാൻ കൊടുക്കുന്നില്ലല്ലോ. ഇതിനേക്കാളും വലിയ അക്രമം എന്താണോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് 2026 കടന്നു കഴിഞ്ഞു. ഓരോ കൊല്ലം കൂടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആയുസ് ഇങ്ങനെ പോവാ. എങ്ങോട്ടാ പോണെന്നറിയോ? മരണത്തിലേക്ക് അടുക്കുന്നേ. അസ്രായീൽ വരാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ല. ഏത് നിമിഷവും മരണം നമ്മളെ തേടി വരും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. രാത്രിയായ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. പടച്ചവനെ, ആ രാജ്യത്തുള്ള പ്രജകളെങ്ങാനും എന്തെങ്കിലും ഒരു സങ്കടം അനുഭവിക്കേണ്ടി വന്നാ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉമർ കണക്ക് പറയണമെന്ന് ഭയന്നിട്ട് കിടന്നിട്ടുറക്കം വരാതെ ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട്, അല്ലാഹുവേ, തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ നടന്നിരുന്ന ഖലീഫയാ ഉമർ തങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഒരു ദിവസം രാത്രി ഇങ്ങനെ വീടിന്റെ പരിസരത്തു കൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അകത്ത് വഴക്ക് നടക്കുന്നു. പെങ്ങള്, ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക് നടക്കുകയാ. ഖത്താബ് റളിയല്ലാഹു തആല ഖലീഫയായിരിക്കുമ്പോ ഒരു രാത്രി ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോ, വെളുപ്പാങ്കാലം ആകാറായി, ഒരു വീടിന്റെ പരിസരത്തു കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത വഴക്ക്. ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നേ. ഉമ്മയും മകളും കൂടെ വല്ലാത്ത വഴക്ക്. എന്താ വഴക്കിന്റെ കാരണം? എന്താ? ഉമ്മ മകളോട് പറയുന്നുണ്ട് പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. ഉമ്മ മകളെ നിർബന്ധിക്കുകയാ, എന്ത്? പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ. അപ്പൊ ആ മകൾ ഉമ്മച്ചിയോട് പറയുന്നു, ഉമ്മ, ഇത് വഞ്ചനയാ, ഇത് ചതിയാ, ഇത് പാപമാ, ഞാൻ ചെയ്യൂല. ഉമ്മയോട് മകള് പറയാൻ, ഞാൻ ചെയ്യൂല, ഇത് പാപം, ഇത് വഞ്ചനയും ചതിയുമാണ്, കള്ളത്തരമാണ്, ഞാൻ ചെയ്യൂല. ഉമ്മ മകളോട് നിർബന്ധിക്കുന്നു, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേക്കടി, വെള്ളം ഒഴിക്ക് നീ പാലിന്റെ അകത്ത്. അപ്പൊ ആ പെൺകുട്ടി ഉമ്മാനോട് പറയാ, രാജ്യം ഭരിക്കുന്നത് ആരാണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ ഖലീഫയാരാ? ഉമർ തങ്ങള്. ഞാൻ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കുന്നത് ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മളെ രണ്ടെണ്ണത്തിന് ആ ചങ്ങാതി വെറുതെ വിടൂല. അപ്പൊ ഉമ്മ പറയാ, ഉമറോ, ഓൻ വീടിനകത്ത് കിടന്ന് ഉറങ്ങാ. ഉമർ പാതിരാത്രി നീ പാലിന് വെള്ളം ഒഴിക്കുന്നതും കാത്തിരിക്ക, ഉമർ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങ, നീ മര്യാദയ്ക്ക് വെള്ളം ഒഴിക്ക്. ഉമർ തങ്ങൾ ഇങ്ങനെ കയ്യും കാലും ഇങ്ങനെ ധരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറയാ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, അറിഞ്ഞു കഴിഞ്ഞ പ്രശ്നവ ഉമ്മ, ഞാൻ വെള്ളം ഒഴിക്കൂല. ഉമ്മ വീണ്ടും പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടാ മതി വെള്ളം ഒഴിക്കാൻ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ, ഉമർ ഉറങ്ങുകയായിരിക്കും. രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ കിടന്നുറങ്ങുകയായിരിക്കും. ഉമർ അറിയുന്നില്ലെങ്കിലും അല്ലാഹ് ഉറങ്ങുന്നില്ല. ഉമ്മ, പടച്ച റബ്ബ് കണ്ടോണ്ടിരിക്കുക. ഇത് ഉമ്മ എന്നോട് പാലിന്റെ അകത്ത് വെള്ളമൊഴിക്കാൻ പറയുമ്പോ ഇത് ഞാൻ ഒഴിച്ചാൽ ഖലീഫ അറിയില്ലായിരിക്കും, പക്ഷെ എന്നെയും നിന്നെയും പടച്ച അല്ലാഹ് ഉറങ്ങുന്നില്ല ഉമ്മച്ചി, അല്ലാഹ് ഇത് കാണുന്നുണ്ട്, ഞാൻ ഒഴിക്കൂല. ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിടോ. ഉമർ തങ്ങൾ ആ വീടൊന്ന് നോക്കി വെച്ചു. ആ വീടൊന്ന് നോക്കി വെച്ചു, അടയാളം.
വീട്ടിൽ പോയി പള്ളിയിൽ പോയി സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞു. ഒരു സ്വഹാബി വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആരാന്ന് പോയി ചോദിച്ചിട്ട് വാ. ഇന്ന വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ആരാണെന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. ഒരാളെ പറഞ്ഞു വിട്ടു, ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പോയി അന്വേഷിച്ചു നോക്കുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടി ഒരു യതീമായ മകളാ, ഒരു യതീമായ പെൺകുട്ടിയാ. പാപ്പയില്ല, ഉമ്മയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവര് പട്ടിണിയാ. ആ ഉമ്മയും നല്ല ഉമ്മയാ, അള്ളാഹിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഉമ്മ തന്നെയല്ല, മോശക്കാരിയൊന്നുമല്ല. ആ ഉമ്മ എന്തുകൊണ്ടാണ് മകളോട് പാലിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞെന്നറിയോ? അവർക്ക് ആകെ ഉള്ളത് ഒരു ഒട്ടകമാണ്, ജീവിത വരുമാനം ആകെ ഒരൊട്ടകം. ആ ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അവര് ജീവിക്കണേ. ഒരാഴ്ചയിൽ പുറത്തായിട്ട് പാലില്ലാത്തത് കാരണം വീട്ടിൽ പട്ടിണിയാ. അങ്ങനെ ഇരുന്നപ്പോഴാ ഇത്തിരി പാല് കിട്ടി. അപ്പൊ ഉമ്മ പറഞ്ഞു, ആഹാരം കഴിച്ചിട്ട് ഒരാഴ്ചയായില്ലേ മോളെ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വിൽക്കാം, എന്തെങ്കിലും തിന്നാൻ കിട്ടുമല്ലോ. അങ്ങനെ ഉമ്മ മകളെ നിർബന്ധിക്കുന്ന, വിശപ്പ് കാരണമാണ് നിർബന്ധിച്ചേ. അപ്പോഴാണ് ആ മകള് പറയുന്നത്, അള്ള കാണുന്നുണ്ട്, ഞാൻ ചെയ്യില്ലെന്ന്. ഉമർ തങ്ങൾ ഈ സംഭവം കേട്ടപ്പോ കരയാൻ തുടങ്ങി. നേരെ വീട്ടിൽ പോയി. ഉമർ തങ്ങൾ വീട്ടിൽ പോയിട്ട് 2 ആമക്കളെയും വിളിച്ചിട്ട് പറഞ്ഞു, എടാ, ഒരു പെണ്ണുണ്ട്, യതീമ, പൈസയില്ല, കൊട്ടാരമില്ല, വലിയ അറിയപ്പെടുന്ന കുടുംബമൊന്നുമല്ല, പക്ഷെ അവളുടെ ഹൃദയത്തിൽ അള്ള ഉണ്ടടാ മക്കളെ. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, പ്രസിഡന്റാ ഉമർ. ആയിരക്കണക്കിന് പെണ്ണുങ്ങളെ കിട്ടുന്ന എന്റെ പൊന്നാര മക്കൾക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ ചെന്നിട്ട് പൊന്നാര മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, എനിക്കാഗ്രഹമുണ്ടടാ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, എനിക്കാഗ്രഹമുണ്ടാ പെണ്ണിനെ വിവാഹം കഴിക്കാൻ. പക്ഷേ പ്രായമായത് കാരണം ഞാൻ വിവാഹം കഴിക്കുന്നില്ല. എനിക്കാഗ്രഹമുണ്ടാഞ്ഞിട്ടല്ല, അല്ലാഹുവിനെ പേടിയുള്ള ഒരു പെൺകുട്ടിയായത് കാരണമാണ് ഞാൻ എങ്ങനെ പറയുന്നത്. ഉമർ തങ്ങൾ പറയുന്നു, വലിയ കുടുംബമല്ല, സമ്പത്തില്ല, കൊട്ടാരമില്ല, യതീമായ ഹൃദയത്തിൽ പടച്ച റബ്ബിനെ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. മക്കളെ, നിങ്ങളിൽ ആരാ വിവാഹം കഴിക്കുന്നത്? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു ബാപ്പാ. എനിക്ക് വേണ്ടത് സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബമല്ല, ദീനാണ് എനിക്ക് വേണ്ടത്. അവിടെ പരിഗണിച്ചത് ദീനായിരുന്നു. ഉമർ തങ്ങളുടെ മകൻ അവിടെ നിന്ന് വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? അന്ന് മക്കളെ വളർത്തിയിരുന്നത് അങ്ങനെയാണ് പെങ്ങള്. ദീനീ ബോധമുള്ള മക്കളായിരുന്നു. അവർക്ക് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അറിയാമായിരുന്നു. അവരാദർശം മുറുകെ പിടിച്ച് ജീവിച്ചവരാ. അവര് മരം കൊരങ്ങൻ ചാടുന്നത് പോലെ ചാടുന്നവരായിരുന്നില്ല. അവർക്ക് ആദർശം അറിയാമായിരുന്നു, അവർക്ക് ദീൻ അറിയാമായിരുന്നു, ദീനിന്റെ നിയമങ്ങൾ അറിയാമായിരുന്നു. അത് ഉമ്മ ചെയ്താലും അവര് പറയുമായിരുന്നു, വാപ്പ ചെയ്താലും അവര് പറയുമായിരുന്നു. പടച്ചവനെ, അവരാദർശം ജീവിതത്തിൽ മുറുകെ പിടിച്ചു ജീവിച്ചവരാ. ഇന്ന് ആദർശം മറന്നുപോയടോ, ഇന്ന് ആദർശം മറന്നുപോയടോ. അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാം മറക്കുന്ന കാലമാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം നിനക്കറിയണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? സമയം കിട്ടുമ്പോ ഒന്ന് വായിക്കണം പെങ്ങള്. കരഞ്ഞു പോകും സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചാ കണ്ണ് നിറയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. മനോഹരമായ ഒരു ചരിത്രമാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഖുർആൻ ഓതിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയുമായിരുന്നു. ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് കരഞ്ഞ മനുഷ്യനാ. ഒരിക്കൽ ഒരു ജനാസ ഖബറടക്കാൻ പള്ളിപ്പറമ്പിൽ പോയി. ഖബറടക്കി കഴിഞ്ഞ് എല്ലാവരും മടങ്ങിയിട്ടും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മടങ്ങുന്നില്ല. ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് നിൽക്കുകയാ. കൂടെ വന്നവര് വിളിക്കുന്നു, തങ്ങളെ, എല്ലാം കഴിഞ്ഞല്ലോ, മയ്യത്ത് കുളിപ്പിച്ചോ, കഫം പൊതിഞ്ഞോ,
പൊതിഞ്ഞു, നിസ്കരിച്ചു, കബറടക്കി. ഇനി എന്തിനാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എല്ലാവരോടും പോകാറ്, ആരും എന്നെ ശല്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിപ്പറമ്പിലൂടെ നടക്കുകയാണ്. ഒരു പഴയ കബറ് കണ്ടടോ, ഒരു പഴയ കബറ് കണ്ടടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ കബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് കരയുകയാ. കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ പോകുന്നുണ്ട്, താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ വീഴുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. അതല്ലേ കബറ് കണ്ടാ കരയണമെന്നല്ലേ, കബറ് കണ്ടാ കരയണമെന്നല്ലേ. കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. പടച്ചവനെ, കബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ്. കബറെന്ന് പറയുമ്പോഴേ പേടിക്കണം പെങ്ങള്. കബറ് കണ്ടാ കരയണം ബാപ്പാ, കബറ് കണ്ടാ കരയണം ബാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? എല്ലാവരും ചോദിക്കും, ഉസ്താദേ നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുന്നില്ല ഉസ്താദ്, ദുസ്വഭാവങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല, വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് എനിക്ക് നന്നാകേണ്ടത്? ഒരു എളുപ്പവഴി പറഞ്ഞു തരാ. നന്നാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 5 നയാ പൈസയുടെ ചെലവില്ലാതെ നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? എളുപ്പവഴി എന്തെന്നറിയോ? ഡോക്ടറെ കാണാൻ പോകാനല്ല പറയുന്നത്, പൈസയുടെ ചെലവില്ലടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അബൂദറേ സുനിൽ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇബാദത്തുകൾ ചെയ്യാൻ ഒരു മടി വരുന്നു നബിയേ, അലസത വരുന്നു നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതുകൊണ്ട് നന്നാകാൻ ഒരു വഴി പറഞ്ഞു തരാറ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടിയാണ് ഈ വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, നന്നാകണോ? നന്നാകാനുള്ള വഴി ഖബർ സിയാറത്ത് ചെയ്യലാ. പള്ളിപ്പറമ്പില് പോവ്, പള്ളിപ്പറമ്പിലേക്ക് പോക്, ഖബർസ്ഥാനിലേക്ക് പോക്, കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയി നിൽക്കൂ. പറ്റുമെങ്കിൽ ഇറങ്ങടാ ചെറുപ്പക്കാരാ. ഉസ്താദേ, എനിക്ക് വല്ലാത്ത ധൈര്യമാ, ഏതു പാതിരാത്രിയും എതിലൂടെയും ഞാൻ പോകും, എനിക്ക് പേടിയില്ല, ശൈത്താന്റെയും പ്രേതത്തിനെയും ഒന്നും എനിക്ക് പേടിയില്ല ഉസ്താദ് എന്ന് ചങ്കൂറ്റത്തോടെ പറയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പാതിരാത്രി 1 മണിക്കും 2 മണിക്കും പോകണ്ടടാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നാളെ ഒരു 11 മണിയാകുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിലൊന്ന് പോകടാ ചെറുപ്പക്കാരാ. ഒരു കവർ കുഴിച്ചിട്ടിട്ടുണ്ടാകുമല്ലോ, നാളെ പകല് 11 മണിയാകുമ്പോ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? കയ്യും കാലും വിറയ്ക്കാതെ, ഹൃദയം പിടയ്ക്കാതെ, കണ്ണ് നനയാതെ, ശരീരം വിയർക്കാതെ കബറിനകത്ത് ഒറ്റയ്ക്ക് ഒരു 5 മിനിറ്റ് ഇറങ്ങിയിരിക്കാൻ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? പേടിക്കുപെടാ പോരെ, കയ്യും കാലും വിറയ്ക്കുപെടാ പോരെ, പോയി ഇറങ്ങല്ലേ പൊന്നുമോരെ. ചിലപ്പോ കബറിനകത്ത് നിന്നെ കബറടക്കേണ്ടി വരും ചെറുപ്പക്കാരാ. ചുമ്മാതെ പറയുന്നല്ലടോ. ഞാൻ ജോലി ചെയ്യുന്ന പായിപ്പാട് പള്ളിയിലെ കബറ് കുടിച്ചപ്പോ ഞാനും ഇറങ്ങിയടോ. അല്ലാഹുവേ, ആ
ഖബറിനകത്ത് ഇറങ്ങിയിരുന്നപ്പോഴാണ് ഖബറിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വല്ലാത്ത പേടി തോന്നുമടോ മോനെ. ഖബറിന്റെ കുടിയിലേക്ക് നോക്കടാ, ഖബറിന്റെ ആഴമാ സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. പടച്ചവനെ ഖബർ കണ്ടാ നന്നാകുമടോ, ഖബറിന്റെ ചാരത്ത് പോകുന്നവൻ നന്നാകുമടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഖബറിന്റെ ചാരത്തിരുന്ന് കരയുമ്പോ ഖബർ ചോദിച്ചു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തേ മിണ്ടാതെ ഇരിക്കുന്നത്? അത്ഭുതം വേണ്ട, അത്ഭുതം വേണ്ട. ഖബർ സംസാരിച്ചെന്ന് പറയുമ്പോ തെള്ളിയതാണെന്ന് ചിരിക്കണ്ട. ഖബറിന് നാവുണ്ടടോ, ഖബർ ഏത് മനുഷ്യനോടും സംസാരിക്കുമെന്നാ. ഖബറിന് നാവുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിനക്കത് മനസ്സിലാകും. നിന്റെ ജനാസ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനോട് ഖബർ ചോദിക്കുകയാണ്, എന്തേ ഒന്നും ചോദിക്കാത്തത്? എന്റെ അകത്ത് കിടക്കുന്നവന്റെ അവസ്ഥ അറിയാൻ നിനക്ക് ആഗ്രഹമില്ല? എങ്ങനെയാണ് ഞാൻ അവനോട് പെരുമാറുന്നതെന്ന് നിനക്കറിയണ്ട്. അല്ലാഹുവേ ഖബർ എവിടെന്ന് പറയുന്നു, മസക്കത്തുൽ കുഫാർ വസുദ്ഖുൽ മുഖലതൈൻ. ഒരു ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഞാൻ അവന്റെ വാരിയെല്ലുകൾ കോർക്കുന്ന രീതിയിൽ അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അല്ലാഹുവേ അവന്റെ കഫം തുണികൾ വലിച്ചു കീറുകയാണ്. അല്ലാഹുവേ ഖബർ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാ. പറയില്ലേ, പറയില്ലേ, അത് കേൾക്കാനുള്ള ധൈര്യം എനിക്കില്ലെന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഖബറിന്റെ മുകളിൽ കിടന്നിട്ട് കരയുകയാണ്. തന്റെ കണ്ണുനീര് ഖബറിന്റെ മുകളിലേക്ക് വീഴുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ സങ്കടം കണ്ടിട്ട് ഖബർ പോലും പറഞ്ഞു, ഹല്ലദുല്ലുക അലാ അക്ഫാനി ലാ തുബിലാ. രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയോ പെങ്ങള്? അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യരാ, ഖുർആൻ ഓതിയിട്ട് കരഞ്ഞ മനുഷ്യരാ, പാതിരാത്രികൾ മുഴുവനും ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞിരുന്ന മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. പെങ്ങളെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ, മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അവസാനം എങ്ങനെയായിരുന്നെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് പോലും നിലവിളിച്ച് കരഞ്ഞ മനുഷ്യനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ കുടിച്ചു ഒരുങ്ങിയുമ്മ അവിടെന്ന് കുളിച്ചു ഒരുങ്ങുകയാണ്. പുതിയാപ്പള ഒരുങ്ങുന്നത് പോലെ കുളിച്ചു ഒരുങ്ങിയിട്ട് കഫം തുണിയും എടുത്തുകൊണ്ട് വീടിന്റെ റൂമിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹുവേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിക്കാൻ തയ്യാറായി. തന്റെ റൂമിന്റെ അകത്ത് ഒരുങ്ങി സുഗന്ധം തേച്ച് തന്റെ റൂമിന്റെ അകത്ത് പോകുകയാണ്. അപ്പോഴാണ് തന്റെ ഭാര്യയെ കാണുന്നത്. അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ ഇങ്ങടുത്തു വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ ഞാൻ
പോവുകയാണ് ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. പരസ്പരം ഭാര്യയും ഭർത്താവും പിരിയുന്നതിന് മുമ്പ് യാത്ര പറയുകയാ, പൊരുത്തം ചോദിക്കുകയാ, കൊടുക്കാനുള്ള വസിയത്തുകൾ ചെയ്യുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്റെ മരണത്തിന്റെ രംഗമിങ്ങനെ പറയുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ നിന്ന് കരയുകയാണ്. ആ സാധു എന്തു പറയാനാണ്, സങ്കടം കൊണ്ട് കരയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാറുണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ? ഫാത്തിമ കരയുകയാണ്. ഭർത്താവിന്റെ ചാരത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ വെളിയിലിറങ്ങു മോളെ, ഈ റൂമിന്റെ പുറത്തിറങ്ങു ഫാത്തിമ, വാതിലടയ്ക്കു ഫാത്തിമ. ഫാത്തിമ ചോദിക്കുന്നു, എന്തേ എന്നെ പുറത്താക്കുന്നത്? നിങ്ങൾ മരിക്കാൻ പോകുന്ന അവസാന സമയം, നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണല്ലോ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ട ഒരു സമയമാണല്ലോ, എന്തേ എന്നെ ഇഷ്ടമായില്ലേ, എന്നോട് സ്നേഹമില്ലേ, എന്തിനാ പുറത്തു പോകാൻ പറയുന്നത്? ആ സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാർ. ഫാത്തിമ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, വെറുപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, നീ പുറത്തിറങ്ങു ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, പുറത്തിറങ്ങ്, നീ ഇവിടെ എന്റെ ചാരത്ത് നിൽക്കല്ലേ, എന്റെ അതിഥികൾ വരുമ്പോ നീ എന്റെ ചാരത്ത് നിൽക്കല്ലേ. വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ പറയുകയാണ്. സ്നേഹനിധിയായ അനുസരണയുള്ള ഭാര്യ ഭർത്താവ് പറഞ്ഞതുപോലെ ബെഡ്റൂമിന്റെ വാതിലടച്ചിട്ട് പുറത്തിറങ്ങി. പെങ്ങളെ, സീരിയലിന്റെയും സിനിമയുടെയും കഥയല്ല പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വാതിലടച്ചിട്ട് ഫാത്തിമ വെളിയിലിറങ്ങി. വല്ലാത്ത സങ്കടമാണ് റബ്ബേ. ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ വെളിയിൽ നിന്ന് കരയുകയാണ്. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, കൂട്ടുകാര് വരുന്നെന്ന് പറഞ്ഞല്ലോ, തന്റെ ഭർത്താവിനെ കാണാൻ ആരാ അതിഥികൾ വരുന്നെന്ന് പറഞ്ഞല്ലോ, ആരാണ് റബ്ബേ? തന്റെ ഭർത്താവിനെ കാണാൻ വരുന്ന അതിഥികൾ ആരാണെന്നറിയണമല്ലോ. അടച്ചിട്ടിരുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗം എന്താണെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന ഖാബിദുൽ അർവാഹിനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. മർഹബാ മർഹബാ. അല്ലാഹുവേ, തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. അല്ലാഹ്, ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. കാരണം പ്രിയപ്പെട്ട ഭർത്താവിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ വന്നിരിക്കുകയാണ്. മലക്കുകളെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി, കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. പടച്ചവരെ, അവിടുന്ന് ചിന്തിക്കുന്നു, റബ്ബേ എന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാ അല്ലാ? തന്റെ ഭർത്താവ് മരിക്കുന്നത് എങ്ങനെയാണ് റബ്ബേ? കണ്ടു പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ അടച്ചു വിട്ടിരുന്ന റൂമിന്റെ വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് ഖുർആൻ ഓതുന്ന ഉമ്മ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. ഏതായത്താ
ഓതിയതെന്നറിയോ? തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, തിൽക്കദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. പൊട്ടിക്കരഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറയുകയാണ്, ഫാത്തിമ, മോളെ ഫാത്തിമ, എന്റെ ദുഃഖത്തിലും എന്റെ സന്തോഷത്തിലും കൂടെ നിന്ന ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ, ഞാൻ പോവുകയാണ് ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, നല്ല മരണം വെറുതെ കിട്ടൂല. പെങ്ങളെ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നല്ല മരണം അല്ലാഹു വെറുതെ തരൂല. അല്ലാഹു നല്ല മരണം വെറുതെ തരൂല. അല്ലാഹു ആർക്കാണ് ഈമാനുള്ള മരണം കൊടുക്കുന്നതെന്നറിയോ? വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ. പേടിച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കും ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്, കഫം തുണിയെടുത്തു പെങ്ങളെ മുഖത്തേക്ക് ഇടുകാട്. മുഖത്തേക്ക് കഫം തുണിയിട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ അനക്കമില്ല പെങ്ങള്. റൂമിന്റെ അകത്ത് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയോ? റൂമിന്റെ അകത്ത് മുഴുവനും വല്ലാത്ത സുഗന്ധം. പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ? എന്തൊരു വെളിച്ചമെന്നറിയോ? എന്തൊരു ചിരിയെന്നറിയോ? അല്ലാഹുവേ, തന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ട് ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യയുടെ കണ്ണ് നിറയുകയാണ്. എന്തൊരു മരണമല്ലാ! എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ കണ്ടവര് മുഴുവനും പറയുകയാണ്, എന്തൊരു മരണമല്ലാ! എന്തൊരു സുഗന്ധമാ അല്ലാ! അവിടുത്തെ ജനാസ ഖബറടക്കി, മയ്യത്ത് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു കൊണ്ടുപോയി ഖബറടക്കി. ആരും പോകുന്നില്ല വാപ്പാ. ആ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ മയ്യത്ത് ഖബറടക്കിയിട്ട് ഒരു മനുഷ്യനും പോകുന്നില്ല. എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തേ കാരണമെന്നറിയോ? എല്ലാവരും പറയുന്നു, എന്തൊരു മരണമാ പടച്ചവനെ. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഭാര്യയോട് യാത്ര പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ മയ്യത്തിനെന്തൊരു സുഗന്ധമായിരുന്നു റബ്ബേ. എവിടെ നിന്നാണ് ജനം വന്നതെന്നറിയില്ല. ഇത്രയും നല്ല ഒരു മരണം എന്ത് നന്മ ചെയ്തിട്ടാ അല്ലാഹ്, എന്തൊരു നന്മ ചെയ്തിട്ടാ, എന്തൊരു നന്മ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മരണം അല്ലാഹു കൊടുത്തത്. അതറിയണം സഹോദരാ. എല്ലാവരും കൂടെ മരിച്ച വീട്ടിലേക്ക് പോവുകയാണ്. ജനാസ കൊണ്ടുവന്ന വീട്ടിലേക്ക് രണ്ടാമതും പോയി. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ, ഇരിക്കുകയാണെന്നറിയാം ഫാത്തിമ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാം. സങ്കടപ്പെടുത്താൻ വന്നതല്ല, ഒരേ ഒരു കാര്യം അറിയാനാ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ. നിന്റെ ഭർത്താവിന് അല്ലാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുക്കാനുള്ള കാരണം എന്തേ ഫാത്തിമ? എല്ലാവരും കൂടെ ഫാത്തിമയോട് ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ഭാര്യയായ ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിലെ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ എന്റെ ഭർത്താവ്
ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവ് ആരെന്നറിയോ? ഒരു രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ രണ്ടുപേരും ഇങ്ങനെ തമാശ പറഞ്ഞ് ബെഡ്റൂമിൽ ഇരുന്നപ്പോ ഫാത്തിമ പറഞ്ഞു അല്ലാഹുടെ പേര് പറഞ്ഞു. പെങ്ങള് ഭർത്താവിന്റെ മുമ്പിലിരുന്ന് കാര്യം പറയുമ്പോ അല്ലാഹ് എന്നൊന്ന് നാക്കിൽ നിന്ന് വീണു. തന്റെ നാവ് കൊണ്ട് പടച്ചവന്റെ പേര് പറഞ്ഞപ്പോ എന്റെ ഭർത്താവിന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി, എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. നരകം പറഞ്ഞില്ല, ഖബർ പറഞ്ഞില്ല, മരണം പറഞ്ഞില്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞു, വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞ മനുഷ്യനായ എന്റെ ഭർത്താവ്. പെങ്ങളെ, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുടെ പേര് പറഞ്ഞ അപ്പ കരയും. അങ്ങനെ ഒരു സ്വഭാവം ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കു, പഠിക്ക്. ഈ ചരിത്രം പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഈ ചരിത്രം പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഇതിനാ ഞാൻ ആ ചരിത്രം പറഞ്ഞേ. ആ പാതിരാത്രി പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ അല്ലാഹ് കാണുന്നുണ്ടെന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ, ഉമർ തങ്ങളുടെ മകൻ വിവാഹം കഴിച്ച ഉമ്മ പാലിൽ വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഒഴിക്കത്തില്ല, പടച്ച റബ്ബ് കാണുന്നുണ്ടെന്ന് പറഞ്ഞ ആ പെണ്ണില്ലേ, ആ അല്ലാഹനെ പേടിയുള്ള പെണ്ണിന്റെ മകളുടെ മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞേ, വാപ്പ ഉമ്മ ക്വാളിറ്റി ഉള്ളവളായിരിക്കണം. നീ നല്ലവളാണെങ്കിൽ നിന്റെ മടിത്തട്ടിൽ നല്ല മക്കളും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു വാഴ്ത്തി പറഞ്ഞ അടിമ, അള്ളാഹു പുകഴ്ത്തി പറഞ്ഞ മുഹ്ബിതീങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ആ വാഴ്ത്തി പറഞ്ഞ അടിമയുടെ അടയാളമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും സ്വന്തം ചിന്തിച്ചാൽ മതി. ഈ പറയുന്ന സ്വഭാവം നിനക്കുണ്ടോ എനിക്കുണ്ടോ? ഞാൻ എന്റെ കാര്യം നോക്കാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അവനവന്റെ കാര്യം നോക്കുക. ഈ പറയുന്ന ഗുണമുണ്ടോ ഇല്ലയോ ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കിയാ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്, ആരാണ് മുഹ്ബിതീങ്ങൾ, ആരാ, അവരുടെ അടയാളം എന്താ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്നി പറയുകയാ. ഒന്നാമതായിട്ട് അല്ലാഹു അവിടെ പറയുന്ന, പെങ്ങളെ, ഈ പറയുന്ന സ്വഭാവ ഗുണം നിങ്ങളിൽ ആർക്കാ ഉള്ളത്? ഈ പറയുന്ന സ്വഭാവങ്ങളിൽ ഈ പറയുന്ന സ്വഭാവ ഗുണം നമ്മളിൽ ആർക്കാ ഉള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഒന്നാമതായി പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, الذين إذا ذكر الله وجلت قلوبهم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഈ പറയുന്ന സ്വഭാവ ഗുണം നമ്മളിൽ ആർക്കാ ഉള്ളത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ?
അവന്റെ മുമ്പിൽ അല്ലാ എന്ന് പറയപ്പെട്ടാൽ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കുറിച്ച് അല്ലാ എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ അവന് പേടിക്കുമടോ. അവന് വല്ലാത്ത പേടിയാണ്, അവന് വല്ലാത്ത ഭയമാണ്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് യഥാർത്ഥ ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാ? തൊപ്പി ധരിച്ചവൻ മാത്രമല്ല, താടി വളർത്തിയവൻ മാത്രമല്ല, നിസ്കാര തഴമ്പുള്ളവനല്ല, പെങ്ങളെ ഫർദയും ഹിജാബും കയ്യിൽ തസ്ബീഹും പിടിച്ചു നടക്കുന്ന ഉമ്മയല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നു, ആരാ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? അവന്റെ അടയാളം എന്തെന്നറിയോ? അവന്റെ സ്വഭാവം എന്തെന്നറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ അവന്റെ മുമ്പിലെങ്ങാണം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവന്റെ മുമ്പില് നരകം പറയണ്ട, ഖബർ പറയണ്ട, മരണം പറയണ്ട, മഹ്ശർ പറയണ്ട, സിറാത്ത് പറയണ്ട, ഹിസാബ് പറയണ്ട. അവന്റെ മുമ്പിൽ അല്ലാ എന്ന് പറഞ്ഞാ മതി. അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് അവന് പടച്ച റബ്ബിന്റെ മുമ്പിലെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് തവക്കലേൽപ്പിച്ച് അവന് മടങ്ങുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ സദസ്സിൽ പടച്ചവനെ 10 വയസ്സ് മുതൽ 50ഉം 60ഉം വയസ്സ് വരെയുള്ളവരുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാവശ്യമല്ല ബാപ്പാ, നിസ്കാര തഴമ്പുള്ള മുസ്ലിമാണെന്ന് പറഞ്ഞ് അല്ലാഹുവേ ജീവിക്കുന്ന എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, നിന്റെ മുമ്പിൽ 1 കോടി പ്രാവശ്യം അല്ലാ 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 1 കോടി പ്രാവശ്യം നിന്റെ മുമ്പിൽ പറഞ്ഞാൽ ഒരു ചലനമുണ്ടാകുമോ ബാപ്പാ? അതാ പ്രായമുള്ള ഉമ്മയോട് ചോദിക്കട്ടെ, 1 ലക്ഷം പ്രാവശ്യം അല്ലാ എന്ന് പറഞ്ഞാൽ പെങ്ങളെ ഒന്ന് ഭയം വരുമോ? ഒരു പേടി വരുമോ? കൈകാല് വിറയ്ക്കുമോ? നിനക്ക് അസ്വസ്ഥതയാണ്. പടച്ചവനെ, നിനക്കത് കേൾക്കുമ്പോൾ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഖുർആനിലൂടെ വാഴ്ത്തി പറഞ്ഞ അടിമയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ ഈ ലോകത്ത് പടച്ച റബ്ബിനോട് വല്ലാത്ത ഭയമാണ്, അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞ അടിമയുടെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവന്റെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാഹുവിനെ പേടിയാ. അല്ലാഹ് എന്ന് പറഞ്ഞാൽ കരയും. നമ്മൾ മരണവും ഖബറും നരകവും മഹ്ശറും പറഞ്ഞിട്ട് അനങ്ങണില്ല, പിന്നല്ലേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അവന് ഭയമാ, പേടിയാ. നമുക്കാർക്കാ പേടിയുള്ളത് അല്ലാഹിനെ കുറിച്ച്? അല്ലാഹ് ആരാണെങ്കിലും അറിയോ വാപ്പാ നിനക്ക്? എടാ, നമ്മളെ പടച്ച അല്ലാഹ് ആരാണെന്നെങ്കിലും എനിക്ക് നിങ്ങൾക്കും അറിയുമായിരുന്നെങ്കിൽ ഈ വയതിന്റെ ആവശ്യമുണ്ടോ? അല്ലാഹ് ആരാണെന്ന് പോലും നമുക്കറിയില്ല. പടച്ചവന് നമുക്ക് പേടിയില്ലടോ. അല്ലാഹനെ നമുക്ക് ഭയമില്ല. അല്ലാഹനെ കുറിച്ചൊരു പേടി നമുക്കില്ല. ഇത് സാധാരണ ആൾക്കാരോട് കാണിക്കുന്ന ആ ഭയം പോലും, ഒരു വ്യക്തിയോട്, എന്നെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനോടുള്ള പേടി പോലും അല്ലാഹുവിനോട് നമുക്കില്ല. അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് അല്ലാഹനെ കുറിച്ച് എന്തറിയാം? ആരെങ്കിലും നിന്നോട് ചോദിക്കുന്നു, 80 വയസ്സുള്ള 70 വയസ്സുള്ള 60 വയസ്സുള്ള താടിയും തഴമ്പുള്ള വാപ്പാനോട് അമുസ്ലിമായ ഒരു സഹോദരൻ ചോദിക്കുന്നു, ഏ കാക്ക, അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ കുറെ കൊല്ലമായില്ല മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നു, ജമാഅത്തിന്റെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, നിങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ എനിക്കൊന്ന് പറഞ്ഞതാ? ഇരിക്കണ ഫർദയും ഹിജാബിട്ട് നടക്കുന്ന ഒരു താത്താനോട് ഒരു രമണി ചേച്ചി നിന്നോട് ചോദിക്ക, അല്ലാഹ് എന്ന് പറഞ്ഞ ആരാ? ആമിന. ആമിന എന്താ പറയും? എന്താ നമ്മുടെ മറുപടി? അല്ലാഹ് എന്ന് പറഞ്ഞ എന്നെ പടച്ചതല്ല, ലോകം പടച്ചതല്ല, ഭക്ഷണം തരുന്നവനല്ല, മരിപ്പിക്കുന്നവനല്ല, കഴിഞ്ഞ സ്റ്റോക്ക് തീർന്നു. ഇത്രയുള്ള അല്ലാഹയെ കുറിച്ച് നമുക്കറിയുന്ന അറിവ്, അല്ലാഹനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് അത്രയേ ഉള്ളൂ.
നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലടോ, ആ ചിന്തയില്ലടോ. എല്ലാം കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ബോധമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പരസ്യമായി പാപം ചെയ്യില്ലായിരുന്നു. തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയമുണ്ടാകുമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഭയമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ജനങ്ങൾക്ക് പേടിയില്ലാതായിരിക്കുകയാണ്. നന്മയും ചെയ്യുന്നു, തിന്മയും ചെയ്യുന്നു, ഒരുപോലെയാണ് രണ്ടും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നന്മയും ചെയ്യും അവൻ, തിന്മയും ചെയ്യും. പണ്ടൊക്കെ പടച്ചവനെ ഒരു വീടി വലിക്കാൻ പേടിയാണ്, എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കാൻ പേടിയാണ്. ഇന്നതെല്ലാം പരസ്യമാടോ. പേടിയില്ല സഹോദരാ. ഇന്ന് മുസ്ലിം ഉമ്മത്തിന് പേടിയില്ലാതായിരിക്കുകയാണ്. അവൻ തെറ്റും ചെയ്യും, നന്മയും ചെയ്യും. പണ്ടങ്ങനല്ല, നന്മ ചെയ്യുന്നവന് തെറ്റു ചെയ്യാ പേടിയാണ്, തെറ്റു ചെയ്യുന്നവൻ നന്മ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, നന്മയും ചെയ്യും, തിന്മയും ചെയ്യും, ഒരുപോലെ രണ്ടും ചെയ്യുന്ന മനുഷ്യരുടെ കാലമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാ. ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവൻ നന്മയും ചെയ്യും, തിന്മയും ചെയ്യും, ഒരു പേടിയില്ല. ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന പെട്ടെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 15-20 വർഷം മുമ്പത്തേക്ക് നിങ്ങൾ ചിന്തിക്കുക. ഒരു 15 വർഷം അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ 5 വഖത്ത് നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ കള്ളു കുടിക്കോ? കള്ളു കുടിക്കുന്ന ഒരാൾ പള്ളി വരുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു വെടികൊണ്ട പോലെ ഇരിക്കണം പറ മനുഷ്യന്മാരെ. ഇപ്പൊ ഒരു 20 വർഷം മുമ്പ് കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ നിസ്കരിക്കാൻ വരുവോ? വരൂല. നിസ്കരിക്കാൻ വരുന്നവൻ കള്ളു കുടിക്കോ? കുടിക്കൂല. എടോ, നിസ്കരിക്കാൻ വരുന്ന ഒരാള് കള്ളുകുടിയനാകില്ല. കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ വരത്തില്ല. വ്യഭിചരിച്ച് നടക്കുന്ന ഒരാള് നിസ്കരിക്കാൻ വരൂല. നിസ്കരിക്കാൻ വരുന്ന ഒരുത്തൻ വ്യഭിചരിക്കാൻ പോകില്ല. പലിശയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാൾ നിസ്കരിക്കാൻ വരൂല. നിസ്കരിക്കാൻ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇങ്ങനൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഇന്നത്തെ അവസ്ഥ പറ. നാളെ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ പറ, ഇന്ന് കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുവോ? പറ, വരുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? എടാ, കള്ളു കുടിക്കുന്നവൻ ഇപ്പൊ നിസ്കരിക്കാൻ പള്ളി വരുവോ? അവൻ നിസ്കരിക്കുകയും ചെയ്യും, കഞ്ചാവടിക്കുകയും ചെയ്യും, ഒരു പേടിയില്ലവൻ. ഇന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ വരും, അവൻ കള്ളു കുടിക്കും, കഞ്ചാവടിക്കും. പണ്ടങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ. വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല, പള്ളി വരുന്നവൻ വ്യഭിചരിക്കൂല. ഇന്ന് വ്യഭിചരിക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുന്നുണ്ട് പള്ളി പരിപാലിക്കാൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ വരെ എത്തി എന്റെ പ്രിയപ്പെട്ടവരെ? ഒരു ഭയമില്ലാതെ പോകുന്നു. ഇന്ന് പള്ളിക്ക് നിസ്കരിക്കാൻ വരുന്നവൻ 1-ാമത്തെ സഫിൽ ഇരിക്കുന്നവനും പലിശ കച്ചവടം നടത്തുന്നവനാ. പലിശ കച്ചവടം എവിടെ എത്തി നിൽക്കുന്ന ഈ ഉമ്മത്ത്? പേടിയില്ലടോ ആർക്കും. അതാ ഞാൻ പറഞ്ഞത്, ഈ പെണ്ണുങ്ങൾ വാഴലും കേൾക്കും, പ്രഭാഷണം കേൾക്കും, ഫർദയിടും, ഹിജാബിടും, എല്ലാം ചെയ്യും. അതിനിടയിൽ ബാക്കിയുള്ള പരിപാടികളും ചെയ്യും അല്ലേ? വാഴലും കേൾക്കും, സീരിയലും കാണൂല്ലേ, സിനിമയും കാണൂല്ലേ, വാട്സപ്പിലൂടെ ഫോൺ വിളിയില്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഫർദ, ഹിജാബ്, പടച്ചവനെ ഇഖാബ്, പടച്ചവനെ എല്ലാം. ഇനി ഒന്നും മറക്കാനൊന്നുമില്ല. കണ്ണുപോലും പുറത്തു കാണാത്ത രീതിയിൽ നടക്കുന്ന ഇത്താമാര്. പടച്ചവനെ ബാക്കി പറയാതിരിക്കാനാ നല്ലത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ഒരു മറയായി കാണുന്നവർ, എല്ലാം ഒരു മറയായി കാണുന്നു. പേടിയില്ലടോ ആർക്കും. അതിപ്പോ ഉസ്താദ് എല്ലാരും കണക്ക്. ഞാൻ നിങ്ങളെ മാത്രമല്ല കുറ്റം പറഞ്ഞേ, ഞാൻ പറഞ്ഞത് പൊതുവായിട്ട് എല്ലാവരെ കുറിച്ച്, ഉസ്താദന്മാരെ കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞത്. അള്ളാഹു ഞങ്ങളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ആലിമും കണക്കാ, ജാഹിലും കണക്കാ, എല്ലാം തുല്യമാണ് ആ ഒരു വിഷയത്തിൽ. അറിവുള്ളവനും അറിവില്ലാത്തവനും എല്ലാം കണക്ക് തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലിമാണെങ്കിലും ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? അത് ആലിമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആകാശത്തിന്റെ കീഴിൽ ജീവിക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? ആരാ? ഉറക്കെ പറഞ്ഞ ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനാരാ? അത് ഉസ്താദ് തന്നെയാ. ഏറ്റവും നല്ലവനും ആലിമാ. ഏറ്റവും തലതിരിഞ്ഞവനും അവൻ നാട്ടുകാരെ പഴപ്പിക്കും, ദുബൈയും തൊപ്പിയിട്ടിട്ട് അവനിങ്ങനെ ആൾക്കാരെ പഴപ്പിക്കുന്നവൻ. അതല്ല, ഇങ്ങനെ എന്തും അറിയാലോ ഇത്ര എണ്ണത്തിന് എന്തെല്ലാം കാണിക്കുന്നു. പടച്ചവൻ ഇവൻ ആലിന് അത്ഭുതത്തോടെ ചിന്തിക്കുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ട് നടക്കുന്നു, ഉംറ ഗ്രൂപ്പ്, എന്തെല്ലാം കാണിക്കുന്നു നടക്കുന്നു. അതൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ അതിന്റെ പുറകിൽ പെട്ടിങ്ങനെ നടക്കുക. എന്തെല്ലാം കാണിക്കുന്നു, തൊപ്പിയും താലും, അതിന് കാര്യമൊന്നുമില്ലടോ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ എല്ലാ കൂട്ടത്തിലുമുണ്ട്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. പടച്ചവനെ പേടിയാ പെങ്ങളെ. പണ്ടൊക്കെ ഒരു ഭയമായിരുന്നു, തെറ്റുകൾ ചെയ്യാൻ നമുക്ക് വല്ലാത്ത പേടിയായിരുന്നു. ഇന്നാർക്കും പേടിയില്ലടോ, ഇന്ന് തെറ്റ് ചെയ്യാൻ പേടിയില്ലടോ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്. പറയുന്നു, ഉസ്താദ് നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും തൊണ്ട കീറിയിട്ട് വലിച്ചു വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരു മാറ്റം വരൂല. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്. കള്ളും പെണ്ണും കഞ്ചാവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമായി ഇഷ്ടമുള്ള പെണ്ണിന്റെ കൈപിടിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന കാലമാ. പടച്ചവനെ എല്ലാവരും പടച്ചറപ്പിനെ മറന്നു നടക്കുമ്പോ എടാം നാടോടുമ്പോ നടുവ ഓടരുത് മോനെ. പടച്ചവനെ കാലമെത്ര മാറിയാലും ഇസ്ലാമിന്റെ നിയമം മാറൂല. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവൻ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവനെ എല്ലാവരും ഇന്നത്തെ യുവതലമുറ ചിന്തിക്കേണ്ട കാര്യമാണ്. അവര് ചെയ്താൽ അത് ഇസ്ലാമിന്റെ നിയമമാകൂല. അത് ആലിമ് ചെയ്താലും തങ്ങള് ചെയ്താലും ഇമാമ് ചെയ്താലും കമ്മിറ്റിക്കാര് ചെയ്താലും ആരൊക്കെ ചെയ്താലും അല്ലാഹുവിന്റെ നിയമം മാറാറില്ല. തെറ്റ് ചെയ്യുന്നത് ആരാണെങ്കിലും അത് തെറ്റ് തന്നെയാണ് സഹോദരാ. അതുകൊണ്ട് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. ഇന്ന് പേടിയില്ലടോ, ഇന്ന് നിസ്കരിക്കാൻ നമുക്ക് സമയമില്ലടോ, നന്ദി കാണിക്കാൻ സമയമില്ലടോ, പടച്ചവനെ പാപം ചെയ്യാൻ പേടിയില്ലടോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു രണ്ട് സ്വർഗ്ഗം തരാ, രണ്ട് സ്വർഗ്ഗം തരാ. അല്ലാഹു ഓഫർ ചെയ്യുന്നത് രണ്ട് സ്വർഗ്ഗമാണ്. ആർക്കാണ് രണ്ട് സ്വർഗ്ഗം അല്ലാഹു കൊടുക്കുന്നതെന്നറിയോ? നിസ്കരിക്കുന്നവനല്ല, നോമ്പ് പിടിക്കുന്നവനല്ല, പള്ളി കെട്ടിക്കൊടുക്കുന്നവനല്ല, ഹജ്ജ് ചെയ്യുന്നവനല്ല, പടച്ചവനെ വഅദ് പറയുന്നവനല്ല, ഖുർആൻ പഠിക്കുന്നവനല്ല. അല്ലാഹു ഒരാൾക്ക് രണ്ട് സ്വർഗ്ഗം കൊടുക്കാമെന്ന് പറയുകയാ. ആർക്കാണ് സ്വർഗ്ഗം കൊടുക്കുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തെറ്റു ചെയ്യാൻ ഒരുപാട് അവസരമുണ്ട് മോനെ. പണ്ടൊക്കെ കള്ളു വേണമെങ്കിൽ കഞ്ചാവ് വേണമെങ്കിൽ പടച്ചവനെ വലിയ കഷ്ടപ്പാടായിരുന്നു. ഇന്ന് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് തരുന്ന കാലമാ മോനെ. മക്കളെ ഇന്ന് ആവശ്യത്തിന് വേണ്ടത് വെറുതെ കിട്ടുമടാ. മക്കളെ നിങ്ങൾ പെണ്ണുങ്ങളെ തേടി പോകണ്ട, അവര് നമ്മളെ തേടി വരികയാണ്. ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യാമല്ലോ, നിയമങ്ങൾ മുഴുവനും അനുകൂലമാണല്ലോ. പടച്ചവനെ എല്ലാവരും ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒന്ന് തെറ്റല്ലാത്ത അവസ്ഥയിൽ അതൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് മോനെ. അത് പാപമാടാ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുമോനെ. ഈ ആയത്ത് ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ബോധുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഈ ആയത്ത് ഓതുകയാണ്. മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ആരുടെ ഖബറിന്റെ ചാരത്തിരുന്ന് ഓതിയതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്നെ പോലെ വികാരമുള്ള വിചാരമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ മക്കത്തു ജീവിച്ചിരുന്ന പൊന്നുമോനെ. ഉമർ തങ്ങൾക്ക് അവനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ഉമർ തങ്ങൾക്ക് അവന് വലിയ കാര്യമായിരുന്നു. അതിന്റെ കാരണം സൗന്ദര്യമല്ലായിരുന്നു, പണമായിരുന്നില്ല, അധികാരമായിരുന്നില്ല, വലിയ കുടുംബമായിരുന്നില്ല. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് ആ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ
ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ അവൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനാട് അവന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പള്ളിക്കകത്തിരിക്കുമടോ. അല്ലാഹുവേ, അവൻ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാ. ഈ ചെറുപ്പക്കാരൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, ആ വഴിയിലൊരു പെണ്ണിന്റെ വീടുണ്ട്. ആ പെണ്ണിന് ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത ഇഷ്ടമാണ്. എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും ആ ചെറുപ്പക്കാരൻ പ്രതികരിക്കുന്നില്ല, തന്റെ സ്നേഹം കണ്ടെന്ന് പോലും കാണിക്കുന്നില്ല. ആ പെണ്ണിന് വല്ലാത്ത ദേഷ്യമായടോ. അവസാനം ആ പെണ്ണ് തീരുമാനിച്ചു, എങ്ങനെയാണെങ്കിലും ഇവനെ ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ. അങ്ങനെ ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്നു വരുമ്പോ, ഒറ്റയ്ക്ക് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ ഈ പെണ്ണ് വഴിയോരത്ത് കാത്തു നിൽക്കുകയാ. ഈ പെണ്ണ് വഴിയോരത്ത് കാത്തു നിൽക്കുകയാ. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വന്നപ്പോ ഈ പെണ്ണ് ഓടിച്ചെന്ന് അവിടെ നിന്ന് കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ ആഗ്രഹം പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, എനിക്ക് നിന്നോട് വല്ലാത്ത സ്നേഹമാടാ, എന്തേ നീ പരിഗണിക്കാത്തത്? എത്രയോ നാളുകൾ കൊണ്ട് ഞാൻ നിന്നെ കാത്തു നിൽക്കുകയാണ്, എന്തേ നീ പരിഗണിക്കാത്തത്? പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരാറ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ണ് നിറയുകയാണ്, അവന് കരയുകയാണ്. ഒരു സുന്ദരിയായ പെണ്ണ് തന്റെ നെഞ്ചത്തേക്ക് പിടിച്ചു കിടത്തിയിട്ട്, ആരും കാണുന്നില്ലടാ, ആരും അറിയുന്നില്ലടാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുന്നതിന് വേണ്ടി യാചിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്നറിയോ? അല്ലാഹുവേ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാഹ്, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊട്ടല്ലോ, ഞാൻ ഇനി നരകത്തിന്റെ വിറക് കൊള്ളിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. ആ പെണ്ണ് ഓടി രക്ഷപ്പെട്ടടോ. ചരിത്രം പറയുകയാണ്, ബോധമില്ലാതെ വഴിയോരത്ത് കിടന്ന ചെറുപ്പക്കാരന് അതാ ജനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. പടച്ചവനെ ഉപ്പാടെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ ബോധം വന്നപ്പോ കരയുന്നു, വാപ്പാ നരകത്തിലാ വാപ്പാ, എല്ലാം നഷ്ടപ്പെട്ടു ഉപ്പാ. പടച്ചവരെ, ഉപ്പാടെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ്. പിതാവ് ചോദിച്ചു, എന്തേ മോനെ, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് കരയുകയാണ്. വാപ്പ പറഞ്ഞു, പൊന്നുമോന് കരയണ്ട, എന്റെ മോൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ആ പെണ്ണ് മോന്റെ ശരീരത്തെ കേറി പിടിച്ചതാണല്ലോ, എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണല്ലോ, അതുകൊണ്ട് എന്റെ പൊന്നുമോന് കരയണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ എത്ര പറഞ്ഞിട്ടും ആ കുഞ്ഞിന്റെ കരച്ചല് മാറുന്നില്ല. ആ ചെറുപ്പക്കാരൻ കിടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയ്ക്ക് പേടിയായടോ, തന്റെ പൊന്നാര മകൻ നെഞ്ചു പൊട്ടിയിട്ടും മരിച്ചു പോകുമെന്നുള്ള പേടി വന്നപ്പോ അവിടെ നിന്ന് സമാധാനിപ്പിച്ചു, മോനെ നീ നിരപരാധിയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കു വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്കു. തന്റെ പൊന്നാര മകന്റെ സങ്കടം കണ്ടപ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് തന്റെ പൊന്നാര മകന്റെ സങ്കടം പറയുകയാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വാപ്പ സമാധാനത്തോടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്,
തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ മരിച്ചു കിടക്കുകയാണ്. അവൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ പാപിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. കരഞ്ഞ് 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 ഹൃദയം പൊട്ടികെട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ ജനാസ നമസ്കാരം കഴിഞ്ഞിട്ട് കബറടക്കി കഴിഞ്ഞപ്പോ അവന്റെ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ നിങ്ങൾ പറഞ്ഞു, മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, നിനക്ക് 2 സ്വർഗമാ മോനെ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ കൂടെ പഠിക്കുന്ന ഒരു പെണ്ണ്, ചെറുപ്പക്കാരാ, നിന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം, ഇന്നീ എനിക്ക് പടച്ചവനെ പേടിയാ പെണ്ണ്, ഇത് വ്യഭിചാരമാണ്, നീ എന്റെ ശരീരത്ത് തൊടുന്നത് തന്നെ വ്യഭിചാരമാണ്. കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചാൽ പെങ്ങളെ അവനോട് പറയണം, ഇത് വ്യഭിചാരമാണടാ, എടുക്കടാ കയ്യ്. ഫ്രണ്ട്ഷിപ്പ് വേറെയാ, ശരീരത്ത് തൊടുന്നത് വേറെയാ. നീ എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറയുന്ന പെണ്ണ്, നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് 2 സ്വർഗമാ മോള്. ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്ന കൂട്ടുകാർ മുഴുവനും കള്ളു കുടിക്കുകയാണ്. എടാ, ഒരു കബള് കുടിക്കടാ. ആ സമയത്ത് പറയണം, കള്ളു കുടിക്കല് ഹറാമാ. ഒരല്പമെങ്കിലും തൊണ്ടയ്ക്ക് താഴെ പോയാ അവൻ ഒരു കാലത്തും തൗബ ചെയ്യാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ കിടക്കൂല. മോനെ, നിന്നെ ഒറ്റപ്പെടുത്തുമടോ. എല്ലാവരും കളിയാക്കും, പരിഹസിക്കും, എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. ഫ്രീ ആയിട്ട് നിന്നാൽ അല്ലാഹുവേ ഹറാമാണെന്ന് കരുതിയിട്ട് പിന്മാറിയാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. 2 സ്വർഗമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. ഏത് സുന്ദരിയുടെ മുമ്പിലും മുട്ടുമടക്കല്ല ചെറുപ്പക്കാരാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, പടച്ചവനെ, സുലൈഖ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ. അതാ രാജകുമാരിയായ സുലൈഖ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ അകത്തേക്ക് വിളിച്ചു കയറ്റിയിട്ട്, മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടച്ചിട്ട് യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് രാജ്യത്തെ രാജകുമാരി കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ. യൂസുഫ് എന്ന് പറയുന്ന പ്രവാചകനോടല്ല, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് രാജ്യത്തിന്റെ രാജകുമാരി യാചിച്ചപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ പറഞ്ഞു, യൂസുഫേ, ആരും അറിയില്ലടോ, ഈ റൂമിന്റെ ഉള്ളറയ്ക്കകത്ത് വെച്ച് എന്ത് ചെയ്താലും ആരും അറിയില്ല, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാ. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല മഅദല്ലാഹ് സുലൈഖ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, ആര് കാണുന്നില്ലെങ്കിലും പടച്ച റബ്ബ് കാണുന്നുണ്ട് സുലൈഖ. ഇന്നീ ഒരാൾക്ക് അല്ലാഹു 2 സ്വർഗം ഓഫർ ചെയ്യുന്നുണ്ട്. 2 സ്വർഗം. നിസ്കരിക്കുന്നവനല്ല, ഹജ്ജ് ചെയ്ത ഹാജിക്കല്ല, ഖുർആൻ പഠിച്ച ഹാഫിളിനല്ല. അൽഹംദുലില്ലാഹ്, ഞാൻ ഇപ്പൊ വരുമ്പോ ഒരു ഹിഫ്ള് കോളേജ് സന്ദർശിച്ചിട്ടാ വരും. നിങ്ങളുടെ നാട്ടില് ഇവിടുന്ന് പരിസരത്തല്ല, ഇപ്പൊ ശംസുൽ ഹുദ എന്ന് പറഞ്ഞ ഒരു ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനം, 10-24 മക്കൾ പഠിക്കുന്നുണ്ട്. എല്ലാം ചെറിയ കുട്ടികൾ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ശംസുൽ ഹുദ എന്ന് പറഞ്ഞ് നിങ്ങളുടെ പരിസരത്ത്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ.
ഖലീൽ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാനിപ്പോ സന്ദർശിച്ചിട്ടാ വരുന്നത്. അൽഹംദുലില്ലാഹ് ഈ നാടിന്റെ വെളിച്ചമായ ഒരു ഹിഫ്ദുൽ ഖുർആൻ സ്ഥാപനം അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആരൊക്കെ അതിനെ സഹായിച്ചോ സഹകരിച്ചോ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഞാനിപ്പോ സന്ദർശിച്ചിട്ടാ വന്ന്. ചെറിയ മക്കൾ, എല്ലാം ചെറിയ കുട്ടികൾ. ഇവിടെയൊക്കെ മക്കളും മൊബൈലും വാട്സപ്പും ഫേസ്ബുക്കും സൈക്കിളും ബൈക്കുമായിട്ട് നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ചെറിയ മക്കൾ, അൽഹംദുലില്ലാഹ് അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ ഒന്നും വീട്ടിലില്ലല്ലോ. നിങ്ങളുടെയൊക്കെ മക്കളിൽ ആരെങ്കിലും എന്ത് ഹാഫിളുകളും ആലിമ്യങ്ങളും ആക്കാത്ത എന്ത്? ആ കൊച്ചുമക്കള്, എന്റെ ഭാര്യ എന്റെ മകൻ ഖുർആൻ പഠിക്കാൻ പോയിട്ടുണ്ട്, എന്റെ പൊന്നുമോൻ ഖുർആൻ പഠിക്കാൻ പോയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അവനെ കാണാൻ പോയിട്ട് വന്നു. ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യ അടുക്കളയിൽ പോയി നിന്ന് കരയുക. ഓൾ അടുക്കളയിൽ പോയി നിന്ന് കരയുക. എനിക്ക് വിഷമമുണ്ട് എന്നെ മോൻ പോയി നിൽക്കുക. പക്ഷെ നമ്മൾ പഠിച്ചവരായതുകൊണ്ട് നമുക്ക്, ഞങ്ങൾ കാണാൻ പോയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ അവനിങ്ങനെ മതിൽ മറിയുന്നത് വരെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എന്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് കരയുന്നു, ബാത്റൂമിന്റെ അവിടെ പോയി നിന്ന് കരയുന്നു. മക്കളോടുള്ള സ്നേഹമോടോ. എന്നാൽ എന്തിന്റെ പേരിലാണോ നമ്മളൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട്, ആ കൊച്ചു മക്കളെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ആ കുട്ടികളെ മാതാപിതാക്കൾ കൊണ്ടുവിട്ടിരിക്കുന്ന ഖുർആനിനോടുള്ള മഹബത്ത്. അള്ളാഹു മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ സ്ഥാപനമൊന്നുമില്ല, ഇവിടെ സ്ഥാപനമൊന്നുമില്ല. ഇവിടെ ഉണ്ടോ? അവിടെ ഹിഫ്ളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നുമില്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം എത്രത്തോളം മഹത്വം ഉണ്ടെന്നറിയോ? പഠിപ്പിക്കണം മക്കളെയൊക്കെ. ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ എടാ വാടാന്ന് പോലും വിളിക്കാൻ പാടില്ല എന്ന്. അതാ ബഹുമാനം, വേറെ ഒന്നും വേണ്ട. മക്കളെ എടാന്ന് വിളിക്കത്തില്ലേ? ഡാ എന്ന് വിളിക്കത്തില്ലേ കുട്ടികളെയൊക്കെ? പക്ഷെ ഖുർആൻ പഠിക്കുന്ന മക്കളെ എടാ എന്ന് പോലും വിളിക്കാൻ പാടില്ല എന്നാ മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ഇത്രയ്ക്കും ബഹുമാനമാണ്. എടാ വാടാ പോടാന്നൊന്നും മക്കളെ വിളിക്കരുത്. ഖുർആൻ പഠിക്കുന്നവരെ വിളിക്കരുത്. ഖുർആൻ പഠിച്ചവനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. നാലിശേക്ക് ഖുർആൻ പഠിച്ച ഒരു മകനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. എന്താ മഹത്വം ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അവിടെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ നാട്ടിലല്ലേ ചങ്ങാതിമാരെ, കണ്ണിന്റെ മുമ്പിലല്ലേ ഒരു സ്ഥാപനം കിടക്കുന്നത്? കൊണ്ട് പഠിപ്പിക്കടോ. മക്കളെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുക. 2-3 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, മോനെ എത്ര പെട്ടെന്ന് പഠിച്ചിട്ട് നീ തിരിച്ചു വാ. എത്ര പെട്ടെന്ന് നീ ഹാഫിളായാൽ മതി. എനിക്ക് അത്ര മതി. നീ ഹാഫിളാകണം. നീ ഹാഫിളായ അൽഹംദുലില്ലാഹ് ഒരു ഖുർആൻ പഠിച്ച ഒരു ഹാഫിളിന്റെ വാപ്പയ്ക്ക് കിട്ടുന്ന പദവി എനിക്ക് നീ വാങ്ങിച്ചേരണം. എൻ്റെ മോനോട് ഞാൻ ആകെ പറഞ്ഞിരിക്കുന്നത്, എന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹാഫിളായാൽ മതി. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ ഹാഫിളീങ്ങളാക്കി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്ഥാപനത്തിൽ അഡ്മിഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പഠിപ്പിക്കുക. ഭൗതികവും ആത്മീയവും രണ്ടുമുണ്ട്. വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രം, ആത്മീയമല്ല, രണ്ടും കൂടെ അൽഹംദുലില്ലാഹ് കലർത്തിയിട്ടുള്ള സ്ഥാപനം. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളെ നല്ല നിലയിൽ വളർത്തണം. ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും തൊടുന്നതൊന്നും തെറ്റായിട്ട് പറയുന്നുണ്ടോ? തൊടുന്നത് കൂടെ പഠിക്കുന്നവൻ കയറി പിടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഉമ്മ തന്നെ പറയും ഓന്റെ കൂടെ കയറിപ്പോക്കോ. ഇസ്ലാമിന്റെ നിയമം പഠിക്കണം. ലൈവാ ഇല്ലേടാ? എന്താ റാഫി ലൈവല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഗത്തായി പോകും. അതുകൊണ്ടാ പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തന്നെ പേടിയാ. 10-29 കേസുണ്ട്. അള്ളാഹു സമാധാനം തരുമാറാകട്ടെ. എല്ലാം പ്രസംഗിച്ചട്ടാ. പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് 9.5 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ. ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. എന്താ അവസ്ഥ? അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ അകത്ത. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ നിയമം എന്താ? ഒരു പെണ്ണ് അന്യ പുരുഷനോട് സലാം പറയാൻ പാടുണ്ട്. സലാം എന്ന് പറഞ്ഞാൽ എന്താ? ദുആ. സലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേൽ ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇതന്നെ സലാം. ഈ സലാം പോലും പറയാൻ പാടില്ലല്ലോ. നിങ്ങളിപ്പോ അങ്ങനെ തൊടുന്നും പിടിക്കുന്നൊക്കെ. വലാ തഖറബു സിന, ഖുർആൻ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എടാ, ഇന്ന് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ മക്കളെയൊക്കെ വളർത്തുന്ന ചുറ്റുപാടുകൾ ചിന്തിച്ചു നോക്കിയേ. സഹോദരന്റെ ഭാര്യയുടെ കൂടെ അനിയനോട് പറയണ്ട, അനിയനോട് പറയാ. കാക്ക പറയുന്ന എന്റെ പെണ്ണുമ്പുള്ള ബൈക്കിന്റെ പറയും. വയലൊക്കെ വന്ന എങ്ങനെ ചേട്ടത്തിയെ അനിയനാ വയലിന് കൊണ്ടുവന്നിരിക്കണേ. ഇവിടെ എന്താ പറയാ? ജ്യേഷ്ഠന്റെ ഭാര്യ ഇരിക്കണ. എന്റെ സഹോദരൻ, എന്റെ ഇക്കാടെ വൈഫ് എനിക്ക് അന്യ പെണ്ണല്ലേ? എന്റെ ബൈക്കിന്റെ പുറകെ കയറ്റിയിരുത്തിട്ട് എനിക്ക് പോകാൻ പറ്റുമോ? എന്താ ചിന്തിക്കാത്തത്? കാക്ക തന്നെ പറയുന്ന അനിയനോട് കൊണ്ടുപോടാ.
ഇസ്ലാമിന്റെ നിയമം എന്താ നിങ്ങൾ പഠിക്കാത്ത? ഇസ്ലാമിന്റെ ഒരു നിയമം ഉണ്ടല്ലോ, അതെന്താ നിങ്ങൾ പഠിക്കാത്ത? പണ്ട് നീ ഉമ്മ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പണ്ട് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പിരിയുന്ന സമയത്ത് അന്ന് ആമിന സ്കൂളിൽ പോയില്ല. എന്തേ ഫോട്ടോ എടുക്കും? മുഖം കാണിക്കാൻ പേടിച്ചിട്ട്. ഇന്ന് ആമിനയുടെ അവസ്ഥ എന്തെന്നറിയോ? ഇന്ന് 1980-ലും 85-ലും 90-ലും സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാരുടെ ഗ്രൂപ്പ് പ്രായമായി മക്കളെയും കെട്ടിച്ചു. ഇപ്പൊ ഗ്രൂപ്പിനകത്തുണ്ട്. ഇപ്പൊ ആമിന ചാറ്റ പണ്ട് അബൂബ കൂടെ പഠിച്ചവരെ ഇപ്പൊ എന്നിട്ട് എല്ലാ സംഗമം. അന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കത്തില്ല, ഇന്ന് മടി വണങ്ങലും കയറിയിരിക്കും. അതവസ്ഥ. ഇവിടെ സ്വന്തം സഹോദരന്റെ ഭാര്യ, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എനിക്ക് അന്യ പെണ്ണാ. എന്ത് ചിന്തിക്കാത്ത? എനിക്ക് എന്റെ ചേട്ടത്തിയല്ലേ, എനിക്കൊന്നും തോന്നില്ല, എന്നാലും പിടിച്ച് കൊണ്ടുനടക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കിന്ന് ആ ചിന്തയൊന്നുമില്ല. ഉമ്മ തന്നെ പറയാ, കൂട്ടുകാരനല്ലേ കയറിപ്പോ, കുടുംബക്കാരനല്ലേ കയറിപ്പോ, അവന്റെ ബൈക്കിന്റെ പുറകെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല പൊക്കോ, എടാ അനിയ ഒന്ന് വിട്ടേരടാവല്ല, നമ്മളെ ഒന്ന് ബസ് കയറ്റി വിട്ടേരെ. പ്രായപൂർത്തിയായ മകളെ കയറ്റിവിടുന്നു ഉമ്മ. വ്യഭിചാരമല്ലേ ഉമ്മ ചെയ്ത്? നീ അള്ളാന്റെ മുമ്പിൽ നിന്നെ പടച്ചുറപ്പ് വെറുതെ വിടൂ. നീ എന്താ ചിന്തിക്കാത്ത? തൊടലും പിടിക്കലൊക്കെ എന്തോ വലിയ തെറ്റാ. നീ വിചാരിച്ചിരിക്കുന്ന പോലെ മഹാനായ അബൂ ഹുറൈറ തങ്ങൾ നബിതങ്ങൾ പറഞ്ഞല്ലോ, വ്യഭിചാരം എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയണേ. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, സർവ്വതും വ്യഭിചാരം. മയ്യത്ത് കാണാൻ പാടുണ്ടോ? ഒരന്യ പുരുഷന്റെ മയ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പാടുണ്ടോ? ഒരന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടും? ഇസ്ലാമിന്റെ നിയമമല്ലേ ഇത്? ഇതൊക്കെ നമ്മളങ്ങ് കാറ്റിപ്പുറത്ത കണ്ടവന്റെ കൂടെ പറഞ്ഞു വിടാ. പെണ്ണുപിള്ളേ മക്കളെ പൊക്കോ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ട് കളിയും തമാശകളി. എന്ത് കളിയാ ചങ്ങായിമാരെ കളിക്കണേ? അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളെ വളർത്തേണ്ടത് ഉസ്താദെ എന്റെ മക്കൾ നന്നാകുന്നില്ല ഉസ്താദ്. എല്ലാരും പറയാ ഓൻ ഉസ്താദെ കഞ്ചാവ് അടിക്കുന്നു, 18 വയസ്സായി 20 വയസ്സായി ഉമ്മാനെ വാപ്പാനെ തല്ലുന്നു ഉസ്താദ്. നന്നാവാൻ വേണ്ടി ദുആ ചെയ്യ്. ചുമ്മാതെ കിട്ടുവോ മക്കളെ? എന്റെ ഉമ്മാനോട് ചോദിക്കുന്നു, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്. എങ്ങനാ മക്കളെ വളർത്തേണ്ടെന്നറിയോ ഉസ്താദെ? ഞാൻ പറയുന്നത് എന്റെ മക്കൾ അനുസരിക്കുന്നില്ല. പല മാതാപിതാക്കളും പറയുന്നു ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയി എന്ന്. എടോ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നേരെയാകണം. നമ്മൾ നേരെയായാലും നമ്മുടെ മക്കൾ നേരെയാകൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് നിന്റെ മക്കള്. അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്, ദീന് പറയുന്ന രീതിയിൽ വളർത്ത്. അൽഹംദുലില്ലാ, അങ്ങനെ വളർത്തിയാൽ ഒരിക്കലും നിനക്ക് നാണം കെടേണ്ട വരൂല. ഒരിക്കലും നിന്റെ മക്കള് നിന്നെ തല്ലിക്കൊല്ലൂല. ഒരിക്കലും നിന്റെ മക്കള് നിന്നെ നാണം കെടുത്തൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പടന്ന് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പരമ്പല ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. വാപ്പാ നിന്നെ കുളിപ്പിച്ച് സുഗന്ധം തേച്ച് പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് നാളെ പരലോകത്ത് കടന്നു വരുന്നത്? പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പല പല വിഭാഗങ്ങളായി എന്റെ ഉമ്മത്ത് നാളെ പരലോകത്ത് കടന്നു വരുമെന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നാളെ നാണം കെടുത്തും വാപ്പാ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, 3 വിഭാഗത്തോട് അല്ലാഹു കരുണ കാണിക്കൂല. 3 പേരോട് അല്ലാഹു സംസാരിക്കില്ല. അല്ലാഹു അവരുടെ മുഖത്ത് പോലും നോക്കില്ല. അല്ലാഹു പരിചയം പോലും കാണിക്കൂല. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലും നാണം കെട്ടവരെ പോലെ പുഴുത്ത് നാറിയിട്ട് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ നാളെ പടലോകത്തേക്ക് കടന്നു വരുന്ന 3 വിഭാഗമുണ്ടോ. ഒരു വിഭാഗം ആരെന്നറിയോ? ഒരു വിഭാഗം ആരെന്നറിയോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട്, വാപ്പാ നിനക്കറിയാമത് പാപമാത് പാപമാത് പാപമാ, നിനക്കറിയാമത് പാപമാണെന്ന്, എന്നിട്ടും നിന്റെ മക്കള് ചെയ്യുമ്പോ ആ പാപമാണെന്നറിഞ്ഞിട്ടും നിസാരമായി കാണുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്കറിയാം അത് പാപമാണെന്ന്, നിനക്ക് ഉറപ്പാ പാപമാണെന്ന് നിനക്കറിയാം, എന്നാലും നീ തിരുത്തൂല. മക്കളായതുകൊണ്ട് ഭാര്യയായതുകൊണ്ട് തെറ്റുതിരുത്തി കൊടുക്കൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ തെറ്റാണെന്ന് നമുക്കറിയാം, ഇതൊക്കെ പാപമാണെന്ന് നമുക്കറിയാം. തൊടുന്നത്, സലാം പറയുന്നത് പാപമാണെങ്കിൽ, ഒരു അന്യ പെണ്ണ് അസ്സലാമു അലൈക്കും എന്ന ദുആ എന്ന സലാം പറയൽ ഒരു പാപമാണെങ്കിൽ, ബാക്കി നിങ്ങൾ പറ പാപമല്ലേ? ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വീടുകളിൽ നടക്കുന്ന പരിപാടികൾ എന്താ? ഒരു അതിരുകളില്ലടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അങ്ങനൊന്നുമില്ല. നാട്ടുകാരെയല്ല പേടിക്കേണ്ടത്. എന്റെ ഭർത്താക്കന്മാരോട് ഞാൻ പറയുന്നു, നാട്ടുകാരെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. നബി തങ്ങൾ പഠിപ്പിച്ചു തന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി, എടാ അയൽവാസി, നാട്ടുകാരന് നീ വീട്ടിൽ കയറ്റത്തില്ല, പക്ഷെ നിന്റെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരന് നിന്റെ പെണ്ണുമ്പിള്ളയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കാനുള്ള അവകാശം നീ കൊടുക്കും. കുടുംബത്തിലകന്ന ചെറുപ്പക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ വെറുതെ അല്ല, മക്കളെ വളർത്തേണ്ടത് എങ്ങനെ ഖുർആൻ പറയുന്നുണ്ട്. എന്ന് തുറന്നിട്ടുണ്ട് നടക്കുകയാണും പെണ്ണും. ഔറത്ത് പോലും മറക്കണില്ലല്ലോ. എല്ലാം ഇങ്ങനെ നടക്കുക. ആണാകട്ടെ പെണ്ണാകട്ടെ, വയലിന് വരുമ്പോ ഫർദി ഹിജാബ്, ഇതിന്റെയൊക്കെ അവസ്ഥ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിരിക്കേ. വീട്ടിൽ പോകുമ്പോ പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പിലൂടെ നിക്കറിട്ടുണ്ട് നടക്കുന്ന ചെറുപ്പക്കാരില്ലേ? സ്വന്തം 18ഉം 19ഉം വയസ്സുള്ള സഹോദരിയുടെ മുമ്പിലൂടെ ഇത്രയുള്ള സായിപ്പിട്ട എന്താ പറയാ, വെറുമ്പോടെ എന്താ പറയാ, ഇട്ടുണ്ട് നടക്ക. ഔറത്ത് കുഴപ്പം തോന്നുന്നു. വാപ്പ, നിന്റെ മുമ്പിൽ കൂടെ നിന്റെ മോൻ നടക്കുന്നില്ലേ? എന്തേ നീ തിരുത്താത്തെ? നിന്റെ സ്വന്തം മകള് നെയ്റ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് നിന്റെ മുമ്പിലൂടെ നടക്കുന്നില്ലേ? എന്തേ ഉപ്പ? മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? നീന്ത വിചാരി. എന്തേ ഉസ്താദെ, കൂടപ്പറപ്പിന് ഇപ്പൊ എന്താ? കൂടപ്പറപ്പിന്റെ ഔറത്ത് കണ്ടാ കുഴപ്പം വല്ലതും ഉണ്ടോ? എന്റെ സഹോദരിയല്ലേ, അവൾ എന്റെ കണ്ടാൽ എന്താ? അങ്ങനെ നമ്മൾ എങ്ങനെ? എടാ, കൂടപ്പറപ്പിന്റെ പോട്ടെ, വാപ്പാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പാടുണ്ടോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നിന്റെ സ്വന്തം ഉമ്മാടെ ഔറത്ത് നിനക്ക്, എന്റെ ഉമ്മാടെ ഔറത്ത് എനിക്ക് കാണാൻ പാടുണ്ടോ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? കാണാൻ പാടുണ്ടോ? ഖുർആൻ മക്കളെ വളർത്തേണ്ടത് എങ്ങനെ? ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ നിങ്ങൾ പഠിക്കണം. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിക്കണം. സെക്സ് പടം കാണുന്ന ഒരുമിച്ചിരുന്ന ഉമ്മായും മക്കളും കൂടെ, ഉമ്മായും വാപ്പായും മക്കളും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇന്നൊരു ഫിലിം സമാധാനത്തോടെ ഒരു പെണ്ണുപിള്ളയ്ക്ക് ഭർത്താവിന് ഇരുന്ന് കാണാൻ പറ്റുമോ? ഇന്നൊക്കെ ഇറങ്ങുന്ന ഫിലിം ഒരു ഭാര്യക്ക് എന്തിനാ ഫിലിം കാണണ്ട? ഈ റോഡിൽ കൂടെ പോകുമ്പോ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പോസ്റ്ററെങ്കിലും ഒരു ഉപ്പാനും ഉമ്മാനും മക്കൾക്ക് കാണാൻ പറ്റുന്നതാണോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ വളർത്തേണ്ടത് ഖുർആൻ പറയുന്നു, പ്രായപൂർത്തിയാകാത്ത മക്കൾ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നാണ്. അപ്പൊ ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, ആ ചെറിയ മക്കള് പോലും ഖുർആൻ പറയുന്നു അവരെ വളർത്തേണ്ടത് എങ്ങനെ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കാതെ ബെഡ്റൂമിൽ കയറരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, വലിയവന്റെ കാര്യമല്ല, ഈ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. 3 സമയങ്ങളിൽ വാതിലി തട്ടിയിട്ട് ഉമ്മാ ഉപ്പാ ഞാൻ കയറി വരട്ടെ എന്ന അനുവാദം ചോദിച്ചിട്ടേ റൂമിനകത്ത് കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ബക്കറ്റ് എടുക്കാൻ സമയമായപ്പോ ഇതിങ്ങനെ ബക്കറ്റ് എടുക്കാൻ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ അൽഹംദുലില്ലാഹ്, എന്തായാലും നല്ല കാര്യമല്ലേ? അള്ളാഹു നമുക്ക് തരുന്നൊരു അവസരം. അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ് റജബുൻ ഷഹൂറുള്ള അള്ളാഹുടെ മാസമാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ ഒരു മാസം. അൽഹംദുലില്ലാഹ്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളുടെയും 5 പൈസ അള്ളാഹ്ന് ആവശ്യമൊന്നുമില്ല. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ കൊടുത്താൽ മതി. അള്ളാഹുവിന് നമ്മളുടെ ആരുടെയും 5 നയാ പൈസ വേണ്ട. അത് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് തന്നെയാണ്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സദഖ വിപത്തുകളെ തട്ടിമാറ്റും, അപകടങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എല്ലാവരും ഒരു വീഡിയോ കണ്ടു. ഒരു കുടുംബത്തിലെ 4 മക്കൾ ഒരുമിച്ച് ഇങ്ങനെ നിരത്തി, 14, 12, 8 അങ്ങനെ നിരത്തിയിട്ട് 4 മക്കളുടെ ഖബർ. സങ്കടത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ ഒരു ഫോട്ടോ. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇത്ര വലിയ ഭാഗ്യവാൻ ഒരു കുടുംബത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തൊരു വേദനയായിരിക്കും. 4
അത്ര പേരാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ കളിച്ചു തിരിച്ചടക്കുന്ന മക്കൾ. അവരെത്ര വലിയ ഭാഗ്യവാന്മാരെന്നറിയോ? ഒരാളുടെ 3 മക്കളെ അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞാൽ, ഒരാളുടെ പ്രായപൂർത്തിയാകാത്ത 3 മക്കൾ അള്ളാഹു തിരിച്ചെടുത്താൽ അതിന് പകരം സ്വർഗമാണ് പ്രതിഫലമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതാപിതാക്കൾക്ക് സ്വർഗമാണ്. നമ്മളതൊക്കെ പറയുമ്പോഴും അവരുടെ സങ്കടം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ്. ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ പാടില്ല. കാരണം എന്തേ? നമുക്ക് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ, ദുരന്തങ്ങൾ. ഇന്നലെ ഞാനൊരു വഴിക്ക് പോകാൻ വേണ്ടി എൻ്റെ കൂടെയുള്ള കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ ഒരു തടിവണ്ടിയുടെ പുറകിൽ ഒരു ബൈക്കാരൻ പോയി കയറി. ഞാൻ പറഞ്ഞ യാത്ര തന്നെ നിർത്തി തിരിച്ചു കളഞ്ഞു. അപകടങ്ങൾ നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അപകടങ്ങൾ കാണുന്നു. മാരകമായ രോഗങ്ങൾ നമ്മൾ കാണുന്നില്ല. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. റജബ് മാസമാ. തലയുടെ മുകളിലേക്ക് നോക്കിക്കോ, ഒരു മലക്ക് തലയുടെ മുകളിൽ നിൽക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ആ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് അല്ലാഹുവോട് ദുആ ചെയ്യും, പടച്ചവനെ, അല്ലാഹുവേ, നീ കൊടുത്തതിൽ പങ്കിവന് കൊടുത്തുറപ്പേ, ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യുകയാണ്. ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാടോ? അതുകൊണ്ട് മലക്കുകളുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഉള്ളതിൽ പങ്കു കൊടുത്താ ആ മലക്ക് നിനക്ക് ബർക്കത്തിന് വേണ്ടി റജബിന്റെ രാത്രിയിൽ ദുആ ചെയ്യുകയാണ്. കയ്യിൽ പൈസ ഉണ്ടായിട്ട് പടച്ചവനെ നീ ഉറക്കം നടിക്കല്ലേ, കാണാത്തവനെ പോലെ ഇരിക്കല്ലേ. തലയുടെ മുകളിൽ ഇരിക്കുന്ന മലക്ക് പറയുന്നു, അല്ലാഹ്, നീ കൊടുത്തത് ഇവന് പിടിച്ചു വെച്ചു പടച്ചവര്, നീ കൊടുത്തത് ഇവൻ പിടിച്ചു വെച്ചു പടച്ചവര്, ഇതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാഹ്. അത് എതിരായി പോകും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്ക്. നേട്ടം നിനക്കേ ഉള്ളൂ. അപകടങ്ങൾ മാറുകയാ, ദുരന്തങ്ങൾ മാറുകയാ, മാരകമായ രോഗങ്ങൾ മാറുകയാ, സമാധാനമുള്ള ജീവിതം കിട്ടുകയാ, നല്ല മരണം കിട്ടുകയാ. അൽഹംദുലില്ലാഹ്, കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്ക്. അല്ലാഹുവേ, സദഖ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രയാസവും വരുത്തല്ലേ അല്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മൈക്ക് സെറ്റ് ആരെന്തേപ്പാ? ഞാൻ ഇരുന്നോട്ടെപ്പാ. ഒന്നാമതേ നടുവേദന സുഖമൊന്നും ഇല്ല. ഇങ്ങനെ ദൂരത്തേക്കുള്ള യാത്ര ചെയ്ത് വഴുതു പറയുന്നതൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇരിക്കാൻ വയ്യ. തങ്ങളൊക്കെ ഇവരൊക്കെ ഇരിക്കുന്ന മജ്‌ലിസിൽ ഞാൻ ഇരിക്കുന്നതൊരു എനിക്കൊരു പ്രയാസമായതുകൊണ്ടാണ് ഇരിക്കാത്തത്. ഇരുന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. ഈ നിൽക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. ഞാൻ ഇങ്ങനെ നിന്നത് കൊണ്ടായിപ്പോൾ ഇരിക്കേണ്ടി വന്നേ. 2-3 മണിക്കൂർ നിന്ന് വഴുതു പറഞ്ഞിട്ട് അവസാനം കിടന്നിട്ടാ ഭക്ഷണം കഴിച്ച് 2 മാസത്തോളം. അത്രയ്ക്കും ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിൽക്കണ ചങ്ങായിമാരെ, ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലെ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ, ശ്രീലങ്കയിലെങ്ങാണ്ടായിരുന്നു ഞാൻ, എൻ്റെ കാല് വെരിക്കോസിന്റെ സർജറി ചെയ്തിരിക്കുകയാണ്. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നിൽക്കണത് അത്ര നല്ലതല്ലടോ, പല പ്രയാസങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് ഇരിക്ക്. ആ നിൽക്കണ സമയം സ്വർഗത്തിലിരിക്കും. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ആ നിൽക്കുന്നത് അവിടെ നിന്നാ അത് വേറെ സ്ഥലം. ഇത് സ്വർഗം. ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗം, ഈ നിൽക്കണ എല്ലാവരുടെയും, ഈ അകത്തും പുറത്തും നിൽക്കണ എല്ലാവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതല്ലേ ആഗ്രഹം? ഒന്ന് കൈപൊക്കിക്കുക. പോകാൻ താല്പര്യമുള്ളവർ, സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. അള്ളാഹുവെ, ആരൊക്കെ കൈപൊക്കിയോ ഓൻ ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈപൊക്കിയതിന് പകരം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ.
മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാഹ്. ഒന്നുകൂടെ കൈ പൊക്കി നോക്കി. അപ്പൊ ഇരിക്കണ എല്ലാത്തിന്റെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. ഈ പുറത്ത് നിൽക്കണ കാക്ക ദുനിയാവിൽ രണ്ട് സ്വർഗമേ ഉള്ളൂ. ഒന്ന് മദീനത്ത് നബിതങ്ങളുടെ റൗളയുടെ മിമ്പറിന്റെയും ഇടയിലുള്ള ആ സ്ഥലം. പിന്നെ ഒരു സ്വർഗം ഇൽമു പറയുന്ന മജ്ലിസ. കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കണ്ടിട്ട് നീ കേറിയിരിക്കുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. അതാ സങ്കടം. കണ്ണിന്റെ മുമ്പിൽ സ്വർഗം, ഒരു റോഡിന്റെ ഇക്കര സ്വർഗം ഇല്ല. അല്ല ഞാൻ പുറത്തേ നിൽക്കൂന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ പുറത്തായി പോകും. അല്ലാഹു കാത്തിരിച്ചുമാറാകട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നീ കേറിയിരിക്കുക അല്ലെങ്കിൽ പോയേക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. കാരണം നിങ്ങളോടുള്ള വെറുപ്പോ ദേഷ്യമോ ഒന്നുമല്ല, ശാരീരികമായി പല പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ചങ്ങായിമാരെ, ഞാൻ ഇപ്പം നിർത്തിയ അരമണിക്കൂറേ ഉള്ളൂ, ഇനി എല്ലാം കൂടെ കയറിയിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഖുർആൻ പറയുന്നു 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് മക്കൾ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? നിങ്ങൾക്ക് എന്തോ ഒരു മടുത്ത പോലെ തുടങ്ങുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. താത്തമാരൊക്കെ കേട്ടോ. 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കള് വാപ്പായും ഉമ്മായും ബെഡ്റൂമിലുണ്ടെങ്കിൽ റൂമിലുണ്ടെങ്കിൽ ചോദിക്കാതെ കേറാൻ പാടില്ല. 3 സമയം ഏതാ? 1 വെളുപ്പാങ്കാലം, 2 ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രി. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല. എന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത? ഈ സമയത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് പ്രായമുള്ളവരൊന്നും വിചാരിക്കരുത്. ഞാനൊരു ഉദാഹരണം പറയാം, നിങ്ങൾ വേറൊന്നും വിചാരിച്ചേക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഈ ആണുങ്ങളൊക്കെ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. കൊടുത്തൂല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? നമ്മ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങൂല്ലേ? വെളുപ്പാങ്കാലത്ത് ഉറക്കത്ത് നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് എന്താ? ആ മുണ്ടല്ലേ? നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. രാവിലെ എന്റെ മുണ്ടെന്താ? കിടക്കുന്ന കാക്ക അടിയത് കിടക്കുന്നത് അല്ലേ? നമ്മൾ ആ മുണ്ട് ചിലപ്പോ നമ്മൾ ഉറക്കത്തിൽ അഴിഞ്ഞു പോകും. നിങ്ങൾ ചിന്തിക്ക്, ഖുർആൻ പറഞ്ഞു നോക്ക്. ആ വെളുപ്പാങ്കാല സമയത്ത് ഒരു മകനോ ഒരു മകളോ അനുവാദം ചോദിക്കാതെ റൂമിൽ കയറി വന്ന ഗോപ കടപ്പുറത്താ സായിപ്പ് അടക്കണ പോലെ വാപ്പ അടക്കണം. നലിച്ചിക്ക്. നിങ്ങളുടെ മാക്സിയുടെ കാര്യം ഞാൻ പറയൂല, അത് പോട്ടെ. രാവിലെ 5 മണിക്ക് 4 മണിക്ക് ഒരു കുട്ടി വാപ്പാടെ റൂമിന്റെ അകത്ത് വരുമ്പോ വാപ്പ മുണ്ടില്ലാതെ കിടക്ക. ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ചോദിക്കാതെ കേറരുതെന്ന്. എടോ, സ്വന്തം വാപ്പാടെ ഔറത്ത് കൊച്ചുകുട്ടികൾക്കല്ല, പ്രായപൂർത്തിയായവനെ കണ്ട എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നില്ല. എന്നിട്ട് പോലും അള്ളാഹു പറഞ്ഞു മക്കളെ വളർത്തുമ്പോ സൂക്ഷിക്കണം. സ്വന്തം വാപ്പയുടെ ഔറത്താണെങ്കിലും ഉമ്മയുടെ ഔറത്താണെങ്കിലും നീ കുഞ്ഞിനെ റൂമിനകത്തിരുത്തിയിട്ട് വാതിലടച്ചിട്ട് ബാത്റൂമിന്റെ വാതിൽ തുറന്നിട്ടിട്ട് വിളിക്കും. പാട്ട് വിട്ട് ഉമ്മ ഇങ്ങനെ. ചിലപ്പോ മക്കളെയും വിളിച്ചിട്ട് ഇതാണല്ലോ, നമുക്കൊന്നില്ല, അതിന്റെ കൂടെ കുട്ടികളെയും കൂടെ കയറി നിർത്തിയിട്ട് എത്രത്തോളം സൂക്ഷിക്കണം എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടാ. കൊച്ചു കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും, വലിയവരെ പോലല്ല. ആ ചുട്ടയിലെ ശീലം ചെറിയ കുട്ടികളുടെ ആ ഒരു ചിന്ത. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഉദാഹരണം ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ മക്കൾ, ഈ ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. വലിയവരെ കാര്യം എളുപ്പത്തിൽ അവർക്കിപ്പം കാര്യം. ഇപ്പോഴത്തെ പിള്ളമാർക്കൊക്കെ പിന്നെ പാപ്പാക്ക് യൂട്യൂബ് എടുക്കുന്ന അറിയോ, ഇൻസ്റ്റാഗ്രാം, അതിനോട് യോതിര്. എന്റെ വീട്ടിലെ ചെറിയ സാധനം ഞാൻ നോക്കുമ്പോ പടച്ചോനെ എന്താ പറയാ, ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കാൻ എനിക്കറിയില്ല അതെങ്ങനെ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു എല്ലാത്തിനെയും നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ നമ്മുടെ മക്കൾ ഇത് കാണും. വാപ്പയുടെ ഔറത്താണെങ്കിലും ഉമ്മയുടെ ഔറത്താണെങ്കിലും ആ ചെറിയ മക്കൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭാവിയിൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ് കാണരുതെന്ന്. ഇനി പറ, വലിയ മക്കളുടെ അവസ്ഥ എന്താ? ഇന്നത്തെ അവസ്ഥ ചിന്തിക്കണം. നമ്മൾ കാണിക്കും നമ്മുടെ മക്കളെ എത്രത്തോളം സൂക്ഷ്മതയോടുകൂടി നമ്മൾ വളർത്തണം. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം. തെറ്റാണെന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. അതിനാദ്യം നീ നന്നാകണം. നീ നന്നായാലല്ലേ, വാപ്പയല്ലേ മക്കളെ നന്നാക്കണ്ടേ, ഉമ്മയല്ലേ നന്നാക്കണ്ടേ. നമുക്കാർക്കാ 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നാ, തല്ലി നിസ്കരിപ്പിക്കണോന്നാ, എന്ന് മേലും നോവിച്ചിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ഒരു വിരട്ടിലൊക്കെ വരട്ടണമെന്നാ. ഇപ്പൊ അതും ചെയ്യാൻ പറ്റത്തില്ല, അകത്തായി പോകും. ഇമാര് വല്ലതും കേസ് കൊടുത്ത അകത്താ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണമെന്നാ ഫിഖിന്റെ പണ്ഡിതന്മാർ അടിക്കണമെന്നല്ലേ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈവക്കിക്ക്.
തിരിഞ്ഞൊന്നും നോക്കല്ലേ മക്കളെ, എന്തായാലും നിന്റെ വാപ്പ പൊക്കൂല, പേടിക്കണ്ട. ആരെങ്കിലും ഒന്ന് കൈവക്കാനുണ്ടോ? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏതെങ്കിലും ഉമ്മ? ഇല്ലടോ, ഇല്ല. കാരണം എന്തേ? നമ്മൾ ഈ പറഞ്ഞതിനർത്ഥം നമ്മുടെ മക്കൾ 5 വഖത്ത് നിസ്കരിക്കുന്നവരാണെന്നാണോ? അല്ല, നമുക്ക് അതിനുള്ള അർഹതയില്ലടോ. നമ്മളെങ്ങാനും വാപ്പ വടിയെടുത്തോണ്ട് മക്കളെ തല്ലാൻ പള്ളിയിൽ പോടാ എന്ന് അടിക്കാൻ പോയ അവൻ നമ്മളെ നോക്കിയിട്ട് ചിരിക്കും. ആദ്യം വാപ്പ ഒന്ന് പള്ളിയിൽ പോ, പിന്നെ എന്നെ ഉപദേശിക്കാം. ഇതാ നമ്മൾ നന്നാകണം. ഞാൻ പറഞ്ഞു വന്നത്, പടച്ചവനെ പെങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, ഏ ചെറുപ്പക്കാരാ, തെറ്റു ചെയ്യാൻ അവസരം കിട്ടുമടാ, ഇന്നാ ബിയർ കുടിക്ക്, ഫ്രീ ആണടാ, പൈസ തരണ്ടടാ, കുടിക്കടാ എന്ന് പറഞ്ഞ് കൂടെ പഠിക്കുന്നവര് നിന്റെ കൂടെ കൊണ്ടുവരും, തരും ചെറുപ്പക്കാരാ. അള്ളാഹുവേ, ഇത് ഹറാമാണ്, കുടിക്കാൻ പാടില്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും കുടിക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് വേണ്ടത്. പെങ്ങളെ, കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഓടി വന്ന് കയ്യിൽ പിടിക്കുകയാ, ഒരാൺകുട്ടി വന്ന് പിടിക്കുകയാ, പറയണം എടുക്കടാ കയ്യ്, ഇത് വ്യഭിചാരമാണ്, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാണ്, എന്റെ ശരീരത്ത് തൊടാൻ പാടില്ല. ആര് പരിഹസിച്ചാലും ഒറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും അത് പറയുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ഖുർആൻ ഇവിടെന്ന് പറയുകയാ, 2 സ്വർഗമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, നമ്മളാണ് ആദ്യം നന്നാകേണ്ടത്. നമ്മൾ നന്നായാ നമ്മുടെ മക്കൾ നന്നാകുമടോ, നമ്മുടെ ഭാര്യ നന്നാകുമടോ, നമ്മുടെ മക്കൾ നന്നാകുമടോ, നമ്മുടെ വീട് നന്നാകുമടോ. പെങ്ങളെ, നിങ്ങളോട് വാശിയും വൈരാഗ്യമൊന്നുമില്ല പെങ്ങള്. പ്രസംഗിക്കുന്ന ഉസ്താദന്മാര് നിങ്ങളെ കുറ്റം പറയുന്നു എന്നൊരിക്കലും നിങ്ങൾ കരുതരുത്. പെണ്ണേ, നീ നന്നായാ നിന്റെ മക്കള് നന്നാകും. പെണ്ണേ, നീ നന്നായ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാവും, കുടുംബം നന്നാകും, നാട് നന്നാകും. പടച്ചവരെ, ലോകം വരെ നന്നാകാനത് കാരണമാവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. പടച്ചവനെ, നമ്മുടെ വാപ്പ അത് പഠിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് പേടിയുള്ളത്. വീടി വലിക്കാൻ പേടിയായിരുന്നടോ. പടച്ചവനെ, എന്തെങ്കിലും തെറ്റു ചെയ്യുമ്പോ എന്തിനാ മുണ്ടും മടക്കി കുത്തി പ്രായമുള്ളവരുടെ മുമ്പിലൂടെ നടക്കാ പേടിയായിരുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് പ്രായമുള്ളവര് പോകട്ടെ, മാതാപിതാക്കള് പോകട്ടെ, ഉസ്താദന്മാര് പോകട്ടെ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ പോലും നമ്മൾ മറന്നു നടക്കുകയാ. അതുകൊണ്ട് ഉമ്മമാരോട് പറയുന്നു, വാപ്പമാരോട് പറയുന്നു, പിഞ്ചുമക്കളോട് അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, അള്ളാനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. ഒരു വാപ്പയുടെ കടമയാ. മക്കളോട് വാപ്പയ്ക്കുള്ള കടമകളിൽപ്പെട്ട ഒരു കടമയാണ്. മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം, മുത്തുനബി ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് വാപ്പയുടെ കടമയാണ്, ഇത് ഉമ്മയുടെ കടമയാണ്. അതുകൊണ്ട് മുസ്ലിമേ, മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, മുൻഗാമികൾ അത് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. മക്കളെ പോലും ഉപദേശിക്കാൻ അർഹതയുള്ള മക്കളായി അന്നത്തെ മക്കൾ മാറിയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമു റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുമായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഇല്ല തമ്പുരാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റഹ്മാനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയില്ല പടച്ചവനെ. അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്.
നീ ഗഫൂറാണ് റഹ്മാനെ, നീ റഹീമാണ് റഹ്മാനെ. നിന്നെ പോലെ പൊറുക്കുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിലില്ല പടച്ചവനെ. നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങൾ സമ്മതിക്കുന്നു റഹ്മാനെ. ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട് റഹ്മാനെ. ഇനി ഒരിക്കലും ചെയ്യില്ലെന്നുള്ള തീരുമാനമുണ്ട് റഹ്മാനെ. ഇത് ഞങ്ങളുടെ തൗബയാണ് പടച്ചവനെ. അല്ലാഹുവേ, ഹജറുൽ അസ്വദ് മുത്തിയവരെ പോലെ നീ ഞങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനെ. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല പടച്ചവനെ. നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ. മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗമുള്ളവരുണ്ട് തമ്പുരാനെ. ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. അല്ലാഹുവേ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാ. സ്വന്തം മക്കളും പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുത്തല്ല റബ്ബേ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. നോക്കി നോക്കി മടുത്തു. ഉപ്പ മരിക്കാൻ, ഉമ്മ മരിക്കാൻ, സ്വന്തം മക്കൾ ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ തല്ലിക്കൊല്ലുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അഹങ്കാരിക്കല്ല റബ്ബേ, നന്ദി കെട്ടവരാക്കല്ല റബ്ബേ, നിന്നെ ഭയന്ന് ജീവിക്കുന്നവരാക്കണേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ച് മരിക്കുമെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കില്ല. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ, തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, 100 പേരിൽ കൂടുതൽ മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, സയ്യിദ് അവറുകൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ആലിമീങ്ങൾ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ 12 മണിയോളം അടുത്തു ഒരുപാട് ഉപ്പമാര് മരുന്ന് കഴിക്കുന്നവരുണ്ട് അല്ലാ. എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സഹോദരങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബത്തിന് വേണ്ടി ശരീരം പോലും നോക്കാതെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്ന പാവങ്ങളാണ് റബ്ബേ. കിടത്തിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജീവിതവും നല്ല ജോലിയും നീ കൊടുക്കണേ അല്ലാ. വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. ഉമ്മാനും ഉപ്പാനും സ്വർഗം വാങ്ങിക്കൊടുക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. മാസങ്ങളായി രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെട്ടവരാട് നല്ല മരണം കൊടുക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിവ കൊടുക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് വേദന സഹിച്ചവരാണ് എൻ്റെ ഉമ്മ പെങ്ങന്മാര്. ഇനിയും നീ വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ. കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. നാട്ടുകാരുടെ മുമ്പിൽ വസ്ത്രം ധരിച്ച് എല്ലാം ഉള്ളവരെ പോലെ ചിരിച്ചും കളിച്ചും നടക്കുന്നുണ്ടെങ്കിലും ആ പാവങ്ങളുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളാണ് തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. അവരുടെ രോഗങ്ങൾക്ക് ശിവ കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറ്റണേ തമ്പുരാനെ. അവരുടെ ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ സ്ഥലം കൊടുത്തവർ, ഈ പരിപാടിക്ക് വേണ്ടി സഹായം ചെയ്തവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ.
അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. റാഫിയെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആരെല്ലാം ഈ ദുആയിക്ക് ആമീൻ പറയുന്നവരുണ്ടോ അവരുടെ മനസ്സു നിനക്കറിയാ. നീ കൈവിടല്ലേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ കുടുംബത്തിൽ ഒരുപാട് പേര് സുഖമില്ല, ദുആ ചെയ്യാൻ പറഞ്ഞൊരു കുഞ്ഞുൾപ്പെടെ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. നീ ശിഫ കൊടുക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് നീ സന്താന സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പള്ളിക്ക് വേണ്ടി ഒരു സദക്ക ചോദിച്ചപ്പോ തന്ന ഒരാളെയും നീ കൈവിടല്ലേ പടച്ചവനെ. അവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അവർക്ക് ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഫവാസ് എന്ന കൂട്ടുകാരനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റണേ തമ്പുരാനെ. നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ആരൊക്കെ എവിടെയെല്ലാം വെച്ചു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പടച്ചവനെ, ഒരു സഹോദരി വലിയ പ്രയാസത്തിലാണ്. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആ പാപത്തിനോട് നീ കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, എഴുന്നേക്കാൻ പോലും കഴിയാതെ വളരെ പ്രയാസത്തിൽ കഴിയുന്ന ദുആ ചെയ്യാൻ പറഞ്ഞു. നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, തുറുമരണങ്ങൾ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ കൊച്ചുമക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. ഞങ്ങളുടെ ഭാര്യമാരെ നീ ചെറുപ്പത്തിലെ വിധവകളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ജീവന. ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണം നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മുമ്പിൽ നീട്ടുന്ന ഈ കൈകൾ ലോകത്താരുടെ മുമ്പിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവും ഖബറിലാണ്. നീ സ്വർഗം കൊടുക്കണേ റഹ്മാൻ. എൻ്റെ ഉമ്മ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഉമ്മയുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. സഹോദരങ്ങളൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യ എൻ്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്നവരാക്കണേ അല്ലാ. ഒരു ഹാഫിളിൻ്റെ ഉപ്പയ്ക്ക് കിട്ടുന്ന പദവി എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് നൽകണേ അല്ലാ. എൻ്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഈ ശബ്ദം നീ നിലനിർത്തണേ പടച്ചവനെ. അഹങ്കാരം തരല്ല റഹ്മാൻ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു, എൻ്റെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാം. നീ അറുത്തു മുറിക്കല്ലേ പടച്ചവൻ. പഴയതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പടച്ചവനെ വാഴ്ന്നു പറയാനും പോകാനും നിൽക്കാനൊക്കെ ഉള്ള ആഫിയത്ത് നൽകണേ പടച്ചവൻ. അല്ലാഹുവേ, ദുആയിക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാൻ. ഖുർആനും ഹദീസും പറയുന്നവന് പിഴവുകളൊക്കെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. അവരുടെ സഹായം നൽകണേ പടച്ചവന്. അവരുടെ സ്നേഹം നൽകണേ പടച്ചവന്. അവരുടെ പൊരുത്തം നൽകണേ പടച്ചവന്. അവരോടൊപ്പം ഞങ്ങളെല്ലാവരെയും നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങളിന്ന് പിരിയുകയാ അല്ലാ. ഞങ്ങളിന്ന് പിരിയുകയാ. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇത് അവസാനത്തെ മജ്‌ലിസ് ആക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ തമ്പുരാനെ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, കാത്തിരുന്ന് റമളാൻ ഞങ്ങളിലേക്ക് വരുമ്പോൾ നീ ഞങ്ങളെ രോഗികളാക്കി കിടത്തല്ലേ അല്ലാ. ഞങ്ങളെ നീ രോഗികളാക്കി കിടത്തല്ലേ അല്ലാ.
اللهم رب ارحمهما كما ربياني صغيرا آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സമയം താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെയൊക്കെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം. ഞാനും ദുആ ചെയ്യാം. അല്ലാഹു ഇനിയും കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.